بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. الطلاق مرتان فإمساك بمعروف أو تسريح بإحسان. ولا يحل لكم أن تأخذوا مما آتيتموهن شيئا إلا أن يخافا ألا يقيما حدود الله. فإن خفتم ألا يقيما حدود الله فلا جناح عليهما فيما افتدت به. تلك حدود الله فلا تعتدوها. ومن يتعد حدود الله فأولئك هم الظالمون. فإن طلقها فلا تحل له من بعد حتى تنكح زوجا غيره. فإن طلقها فلا جناح عليهما أن يتراجعا إن ظنا أن يقيما حدود الله. وتلك حدود الله يبينها لقوم يعلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക കുടുംബം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ ത്വലാഖുമായി ബന്ധപ്പെട്ട വിവിധ രൂപത്തിലുള്ള ത്വലാഖുകളുടെ വിശദ വിവരങ്ങളെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരത്തിലൂടെ വിശദീകരിക്കപ്പെട്ടത്. അതോടനുബന്ധമായിട്ടുള്ള ഇന്ന് വളരെയേറെ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ളതും ഇസ്ലാം വിരോധികൾ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നതുമായ ത്വലാഖിൻ്റെ മറ്റൊരു രൂപത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമുക്ക് സംസാരിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ ശരിയാവണ്ണം മനസ്സിലാക്കുന്ന, അത് പ്രബോധനം നടത്തുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകൾക്ക് ഇസ്ലാമിക ശരീഅത്തിൻ്റെ തനിമ എന്താണെന്ന് ബോധ്യപ്പെടും വിധത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള തൗഫീഖും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദപ്രയോഗമാണ് മുത്തലാഖ്, അതല്ലെങ്കിൽ ട്രിപ്പിൾ ത്വലാഖ് എന്നൊക്കെ പേരിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. എന്താണ് ഈ മുത്തലാഖ് എന്ന് പറയുന്ന സംഭവം? ഇസ്ലാമിൽ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? ഇത് നമ്മൾ വളരെ കൃത്യമായി തന്നെ ഒന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അറബികൾക്കിടയിൽ നടപ്പിലുണ്ടായിരുന്ന പല നടപടിക്രമങ്ങളും അവയിൽ ചില പരിഷ്കരണങ്ങൾ വരുത്തിക്കൊണ്ടോ
അതല്ലെങ്കിൽ അവരിൽ ഉണ്ടായിരുന്ന നിയന്ത്രണമില്ലാതെ നടന്നിരുന്ന ചിലവയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടൊക്കെ ഇസ്ലാം അംഗീകരിക്കുകയുണ്ടായിട്ടുണ്ട് പല വിഷയങ്ങളും. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് ത്വലാഖും അതുപോലെ തന്നെ മടക്കിയെടുക്കലും അഥവാ ത്വലാഖു വറജഅതു എന്ന അറബിയിൽ പറയാവുന്ന വിവാഹമോചനവും അതുപോലെ തന്നെ വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീയെ തിരിച്ചെടുക്കുക പോലെയുള്ള വിഷയങ്ങൾ. ഇതൊക്കെ ജാഹിലിയ കാലഘട്ടത്തിൽ അറബികൾക്കിടയിൽ നിലവിലുണ്ടായിരുന്ന കാര്യം തന്നെയാണ്. ഇസ്ലാം അത് നിലനിർത്തി. പക്ഷേ അവർ നടത്തിയിരുന്ന തോന്നിവാസങ്ങളെ നിയന്ത്രിച്ചു. അതുപോലെ തന്നെ അവരിൽ ഉണ്ടായിരുന്ന ചില സമ്പ്രദായങ്ങൾക്ക് പരിധികൾ ഏർപ്പെടുത്തി. അങ്ങനെ മനുഷ്യന് യോജിക്കുന്ന നിലക്കുള്ള നിയമങ്ങളാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പരമപ്രധാനമായ ഒരു കാര്യമാണ്, പണ്ട് ജാഹിലിയ കാലഘട്ടത്തിൽ അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിലുണ്ടായിരുന്ന അറബികൾക്കിടയിൽ അവര് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണുമായിട്ട് സ്വരച്ചേർച്ചയില്ലാതെ തെറ്റിക്കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഒരാൾക്ക് അയാളുടെ ഭാര്യയെ എത്ര തവണ വേണമെങ്കിലും മൊഴി ചൊല്ലുകയും എത്ര തവണ വേണമെങ്കിലും മടക്കിയെടുക്കുകയും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വശം. അതായത് ഒരാൾക്ക് തൻ്റെ ഭാര്യയെ ഒഴിവാക്കണം എന്ന് തോന്നിയാൽ എത്ര തവണ വേണമെങ്കിലും എന്ത് ചെയ്യാമായിരുന്നു? തൊലാക്ക് ചെല്ലാമായി. ഒരു 100 വട്ടം വേണമെങ്കിൽ തൊലാക്കിയല്ല, എന്നിട്ടൊരു 100 വട്ടം വേണമെങ്കിൽ തിരിച്ചെടുക്കുകയും ചെയ്യാം. ഇങ്ങനെ പരിധിയില്ലാതെ ലക്കും ലഗാനുമില്ലാതെ ഇഷ്ടം പോലെ മൊഴി ചൊല്ലുകയും ഇഷ്ടം പോലെ മടക്കിയെടുക്കുകയും ചെയ്യാൻ അന്ന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇത് കാരണം ആരാണ് വാസ്തവത്തിൽ കഷ്ടപ്പെടുന്നത്? സ്ത്രീകളാണ്. അപ്പൊ അത് മുഖേന സ്ത്രീകൾ ധാരാളം കഷ്ടപ്പാടുകൾ അന്ന് അനുഭവിക്കേണ്ടി വന്നിരുന്നു. എത്രത്തോളം? ഒരു സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. കാന റജുലു അഹഖു ബിറജഅതി ഇംറഅതിഹി, ഒരു പുരുഷന് തൻ്റെ പെണ്ണിനെ തിരിച്ചെടുക്കാനുള്ള അവകാശം എത്രത്തോളം അന്നുണ്ടായിരുന്നു? വഇൻ തല്ലഖഹ മാ ശാഅ, അയാൾ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അയാൾക്ക് തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ മാദാമത്ത് ഫിൽ ഇദ്ദ, ഇദ്ദയുടെ കാലത്ത് എത്ര തവണ വേണമെങ്കിലും മൊഴിചൊല്ലും ചെയ്യുക, മടക്കിയെടുക്കുകയും ചെയ്യാമായിരുന്നു. അങ്ങനെ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി, നീ നിയമം ഇറങ്ങിയിട്ടില്ല, അദ്ദേഹം തൻ്റെ ഭാര്യയോട് ദേഷ്യം പിടിച്ചിട്ട് ഫഖാല, അവളോട് പറഞ്ഞു, വല്ലാഹി ലാ ആവീകി വലാ ഉഫാരിഖുകി, അല്ലാഹനെ തന്നെയാണ് സത്യം, ഞാൻ നിന്നെ ഭാര്യയായിട്ട് കൂടെ നിർത്തിയിട്ട് അഭയം തരുകയുമില്ല, വലാ ഉഫാരിഖുകി, നിന്നെ പിരിച്ചുവിട്ട് നിന്നെ സ്വതന്ത്രയാക്കൂല്ല, കൂടെ നിർത്തൂല്ല, എന്നാ നിന്നെ പിരിച്ചു വിടൂല്ല. ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞപ്പോ കാലത്ത് ആ സ്ത്രീ ചോദിച്ചു, ഭാര്യ ചോദിച്ചു, കൈഫ ദാലിക, എന്താ നിങ്ങൾ ചെയ്യാൻ വിചാരിച്ചത്? എന്താണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ഉതല്ലിഖുകി, ഞാൻ നിന്നെ മൊഴി ചൊല്ലും, തൊലാക്ക് ചൊല്ലും. തൊലാക്ക് ചൊല്ലിയിട്ട് ഫൈദാ ദനാ അജലുകി, നിന്റെ ഇദ്ദയുടെ സമയം ഇങ്ങനെ തീരാനായി എന്ന് കണ്ട റാജഅ്തുകി, ഞാൻ നിന്നാണ് മടക്കിയെടുക്കും. ഒഴിവാകാൻ വിടൂല. ഇദ്ദന്റെ കാലാവധി തീരാനായി എന്ന് കണ്ടാൽ ഞാൻ നിന്നെ തിരിച്ചെടുത്തു എന്ന് പറയും, നിന്നെ ഞാൻ മടക്കിയെടുത്തു എന്ന് പറയും. സുമ്മ ഉതല്ലിഖുകി, പിന്നെയും ഞാൻ നിന്നെ മൊഴി ചൊല്ലും. ഫൈദാ ദനാ അജലുകി, നിന്റെ അവധി അടുത്ത് കഴിഞ്ഞാൽ റാജഅ്തുകി, ഞാൻ പിന്നെയും നിന്നെ മടക്കിയെടുക്കും. ഇങ്ങനെ ഞാൻ നിന്നിട്ട് കഷ്ടപ്പെടുത്തും എന്ന് പറഞ്ഞു. ഈ സഹോദരി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്നിധിയിൽ കേസുമായി എത്തി. ഫദക്കറത് ദാലിക ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ കേസുമായിട്ടെത്തി. അള്ളാഹു തആല പഠിപ്പിച്ചു, പാടില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടം പോലെ മൊഴി ചൊല്ലാനും ഇഷ്ടം പോലെ തിരിച്ചെടുക്കാനും ഒരു 100 തവണ ഇങ്ങനെ ധാരാളം തവണ നിങ്ങൾക്ക് അങ്ങനെ അനുവാദമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വചനം മറക്കുകയാണ്. എന്താ പറയുന്നത്? അത്വലാഖു മറത്താൻ, അത്വലാഖു മറത്താനി, ത്വലാഖ് എന്ന് പറയുന്നത് മറത്താനി 2 പ്രാവശ്യമാണ്, 2 എണ്ണമാണ് എന്നല്ല, ശരിക്കും മനസ്സിലാക്കണം. ത്വലാഖ് എന്ന് പറയുന്നത് മറത്താനി 2 പ്രാവശ്യമാണ്. അതായത്
ഇദ്ദകാലത്ത് മടക്കിയെടുക്കാവുന്ന ത്വലാഖ് 2 പ്രാവശ്യമേ ഉള്ളൂ. കണ്ടോ, പരിധിയാണ് നിശ്ചയിച്ചു. ഇദ്ദാകാലത്ത് ഒരു പെണ്ണിനെ ഒരാൾക്ക് മടക്കിയെടുക്കാവുന്ന ത്വലാഖ് എത്ര തവണയുള്ളൂ? 2 തവണയുള്ളൂ. അതായത് ത്വലാഖ് ചൊല്ലി ആ പെണ്ണിന്റെ ഇദ്ദ തീരാനടുത്തു, തിരിച്ചെടുക്കാം, അനുവാദമുണ്ട്. പിന്നെയും അവർ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു, അവർക്കിടയിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായി, സന്ദർഭവശാൽ വീണ്ടും ത്വലാഖ് ചൊല്ലി. ത്വലാഖ് ചൊല്ലിയപ്പോ പിന്നെയും ഇദ്ദ ഇരിക്കണമല്ലോ. ആ ഇദ്ദ കാലാവധി തീരുന്നതിൻ്റെ ഉള്ളിൽ തിരിച്ചെടുത്തു. അങ്ങനെ തിരിച്ചെടുക്കാനുള്ള ചാൻസ് അയാൾക്ക് തീർന്നു, ഇനി പറ്റൂല. അതാണ് അത്വലാഖു മർറത്താനി. തിരിച്ചെടുക്കാവുന്ന ഇദ്ദാകാലത്ത് മടക്കിയെടുക്കാവുന്ന ത്വലാഖ് 2 പ്രാവശ്യമാണുള്ളത്. അല്ലാതെ ഒരാൾക്ക് തൻ്റെ ഭാര്യയെ ആകെ 2 പ്രാവശ്യമേ ത്വലാഖ് എടുത്താൻ പാടുള്ളൂ എന്നല്ല. അങ്ങനെ 2 പ്രാവശ്യം കഴിഞ്ഞാലോ പിന്നെ അള്ളാഹ് പറയാണ് ഫഇംസാകും ബിമഅറൂഫ്, നല്ല നിലക്ക് പിന്നെ നിങ്ങൾ അവരെ പിടിച്ചു വെക്കണം, അഥവാ ഭാര്യയായി ഒപ്പം ജീവിക്കണം. ഔ തസ്രീഹും ബിഇഹ്സാൻ, അതല്ലെങ്കിൽ നല്ല നിലക്ക് നിങ്ങൾ അവരെ പിരിച്ചുവിടണം. വലാ യഹില്ലു ലക്കും, നിങ്ങൾക്ക് അനുവദനീയമല്ല, അൻ തഅഖുദൂ മിമ്മാ തൈതുമൂഹുന്ന ശൈആ, നിങ്ങൾ അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് യാതൊന്നും തിരിച്ചു വാങ്ങൽ നിങ്ങൾക്ക് ഹലാലല്ല. അഥവാ മൊഴി ചൊല്ലുകയാണെങ്കിൽ ആ മൊഴി ചൊല്ലപ്പെട്ട പെണ്ണിൻ്റെ നിങ്ങൾ കൊടുത്ത മഹറുണ്ടല്ലോ, അല്പം പോലും തിരിച്ചു വാങ്ങാൻ നിങ്ങൾക്ക് അനുവദനീയമല്ല, ഹറാമാണ്, തിരിച്ചു വാങ്ങാൻ പാടില്ല. കാരണം അത് കൊടുത്തത് ഇങ്ങോട്ട് വാങ്ങാന്ന് പറഞ്ഞാൽ ഛർദ്ദിച്ചത് തിന്നുന്ന നായന് തുല്യല്ലേ. അതുകൊണ്ട് അത് അവൾക്ക് മഹറായിട്ട് കൊടുത്തതാണ്, അവൾ തമ്മിൽ തെറ്റിയെന്ന് വിചാരിച്ചിട്ട് അതിങ്ങോട്ട് തിരിച്ചു വാങ്ങാൻ പാടില്ല. പിന്നെ മഹർ തിരിച്ച് സ്വീകരിക്കാവുന്ന ഒരു വശം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ മറക്കാനും പാടില്ല. അത് ഖുൽആണ്. അത് പെണ്ണ് ആവശ്യപ്പെട്ടിട്ട് ത്വലാഖ്, ആണിൻ്റെ അടുത്തുനിന്ന് ത്വലാഖ് നിർബന്ധിച്ച് പെണ്ണ് ആവശ്യപ്പെട്ട് വാങ്ങുമ്പോഴാണ് അയാൾ തന്ന മഹർ തിരിച്ചു കൊടുക്കുന്നത്. ഇവിടെ അതല്ല. ഇവിടെ നമ്മൾ ത്വലാഖ് ചൊല്ലാണ്, അപ്പോൾ നിങ്ങളൊന്നും അവരിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ പാടില്ല. എങ്ങനെയായാലല്ലാതെ, അതാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ മസ്അല. ഇല്ലാ അൻ യഖാഫാ അല്ലാ യുഖീമാ ഹുദൂദല്ലാഹ്, അവർ രണ്ടാളും അള്ളാഹുവിൻ്റെ അതിർത്തികൾ നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ഭയപ്പെട്ടാലൊഴികെ. ഫഇൻ ഖിഫ്തും അല്ലാ യുഖീമാ ഹുദൂദല്ലാഹ്, അള്ളാഹുവിൻ്റെ അതിർത്തികൾ നിലനിർത്താനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ ഫലാ ജുനാഹ അലൈഹിമാ ഫീമാ ഇഫ്തദത് ബിഹി, അവൾ മോചനമൂല്യമായി കൊണ്ട് നൽകുന്നത് നിങ്ങൾക്ക് സ്വീകരിക്കുന്നതിന് തെറ്റില്ല. തിൽക ഹുദൂദുല്ലാഹ്, ഇതൊക്കെ അള്ളാഹ് നിശ്ചയിച്ച അതിർത്തികളും പരിധികളുമാണ്. ഫലാ തഅതദൂഹാ, നിങ്ങൾ അവയെ ലംഘിക്കരുത്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹി, അള്ളാഹു നിശ്ചയിച്ച അതിർത്തികൾ ആരെങ്കിലും വിട്ടുകിടക്കുന്ന പക്ഷം, ലംഘിക്കുന്ന പക്ഷം, ഫഉലൈക ഹുമുൽ ളാലിമൂൻ, നിശ്ചയമായും അവർ തന്നെയാണ് അക്രമികൾ. വളരെ കൃത്യമായിട്ട് അള്ളാഹ് പറയും. അപ്പൊ ഈ വചനത്തിലൂടെ എന്താ നമ്മൾ പഠിച്ചത്? വിഷയം ശരിക്കും മനസ്സിലാക്കി പോകണം. എന്താണ് ഇവിടെ അള്ളാഹു? ത്വലാഖ് 2 എണ്ണമാണ്. 2 എണ്ണം എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യമാണ്. അതായത് ഒരാൾക്ക് തൻ്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ ചാൻസ് ഉള്ള ത്വലാഖ് 2 എണ്ണമേയുള്ളൂ. 2 പ്രാവശ്യം ത്വലാഖ് ചൊല്ലിയാലേ ഇങ്ങനെ മടക്കിയെടുക്കാനുള്ള അവകാശമുള്ളൂ. എന്നാൽ മൂന്നാമതും അങ്ങനെ 2ാമത്തെ ത്വലാഖും ചൊല്ലി ഇദ്ദാകാലത്തിനിടയ്ക്ക് തിരിച്ചെടുത്തു, അയാളെ 2 ചാൻസ് കഴിഞ്ഞു, എന്നിട്ട് അവർ പിന്നെയും ഭാര്യാഭർത്താക്കളായി ജീവിക്കുകയാണ്. അങ്ങനെ പിന്നെയും തെറ്റി, മൂന്നാമതും തെറ്റി, അഥവാ ഇനി 3ാമത്തെ ത്വലാഖ് നടക്കാൻ പോവാണ്. ഫഇൻ ത്വല്ലഖഹാ, മൂന്നാമതും അവളെ ത്വലാഖ് ചൊല്ലിയാൽ ഫലാ തഹില്ലു ലഹു, പിന്നെ ആ പെണ്ണ് ഇയാൾക്ക് ഹലാലല്ല, പിന്നെ ആ സ്ത്രീ ഈ ആദ്യ ഭർത്താവിന് ഹലാലല്ല. മിമ്പ ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു, അവൾ മറ്റൊരു ഭർത്താവിനെ വിവാഹം കഴിക്കുന്നത് വരെ അവൾ മറ്റൊരു ഭർത്താവിൻ്റെ കീഴിൽ ജീവിച്ച് അയാളും ത്വലാഖ് ചൊല്ലിയാലേ ഫഇൻ ത്വല്ലഖഹാ, എന്നിട്ട് ആ 2ാമത്തെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്കിടയിലും പ്രശ്നമുണ്ടായി, അങ്ങനെ ആയാളും ഈ പെണ്ണിനെ മൊഴി ചൊല്ലിയെങ്കിൽ ഫലാ ജുനാഹ അലൈഹിമാ, അപ്പോൾ ഇവർക്ക് 2ആൾക്കും വിരോധമില്ല, കുറ്റമില്ല. ഇവർക്ക് 2ആൾക്കും മടങ്ങി വരുന്നതിന് വിരോധമില്ല. അഥവാ ആദ്യ ഭർത്താവിന് തന്നെ ഈ പെണ്ണിനെ എന്ത് ചെയ്യാം?
വിവാഹം കഴിക്കാം. എപ്പോൾ അവർ രണ്ടാളും വിചാരിക്കുന്നുവെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച അതിർത്തികളൊക്കെ നിലനിർത്തുമെന്ന്. അല്ലാതെ അവളെ കഷ്ടപ്പെടുത്താനല്ല, അവളെ ഇനിയും തിരിച്ചെടുത്ത് ഞാനൊരു പാഠം പഠിപ്പിക്കും എന്ന നിലക്ക് തിരിച്ചെടുക്കാനല്ല. അള്ളാഹു നിശ്ചയിച്ച അതിർത്തികളും നിയമങ്ങളും ഒക്കെ കാത്തു സൂക്ഷിച്ച് നല്ലൊരു ജീവിതത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ അവൾക്ക് ആദ്യ ഭർത്താവിന് തന്നെ തിരിച്ചെടുക്കാം. വത്തിൽക ഹുദൂദുല്ലാ. നോക്കണം, നിങ്ങളിപ്പോൾ ഈ ആയത്ത് കേട്ടപ്പോൾ എത്ര തവണ ഹുദൂദുല്ല കേട്ടു? ഗൗരവമാണ് അതിൻ്റെ സൂചിപ്പിക്കുന്നത്. വത്തിൽക ഹുദൂദുല്ലാ, ഇതൊക്കെ അള്ളാഹ് നിശ്ചയിച്ച അതിർത്തികളാണ്. യുബയ്യിനുഹാ ലിഖൗമിൻ യഅലമൂൻ. വിവരമുള്ള അറിവുള്ള ജനതയ്ക്ക് വേണ്ടി അള്ളാഹു അത് വിവരിച്ചു തന്നിരിക്കുന്നു. അപ്പൊ അള്ളാഹു വളരെ കൃത്യമായിട്ട് നമുക്കിത് വിവരിച്ചു തന്നിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് ഒന്നും കൂടെ ഞാൻ ചുരുക്കി ലളിതമായി പറഞ്ഞു തരാം. അതായത് 3 ത്വലാഖിന് ചാൻസ് ആണ് ഒരാൾക്കുള്ളത്. പക്ഷേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? അത്വലാഖു മർറത്താനി, 2 പ്രാവശ്യമാണ് ത്വലാഖുള്ളത്. 3 പ്രാവശ്യം എന്ന് പറഞ്ഞില്ല പറഞ്ഞത്, 2 പ്രാവശ്യമാണ് ത്വലാഖുള്ളത് എന്ന് പറയാൻ എന്താ കാരണം? ഒന്നുകൂടി ആവർത്തിക്കാം. ത്വലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീയെ ആദ്യ ഭർത്താവിന് തന്നെ തിരിച്ചെടുക്കാൻ ചാൻസ് ഉള്ള എത്ര ത്വലാഖേ ഉള്ളൂ? 2 ത്വലാഖേ ഉള്ളൂ. മൂന്നാമതും അവരുടെ ജീവിതത്തിൽ ത്വലാഖ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവിന് പിന്നെ ഈ ഭാര്യ എന്നേക്കുമായി വേർപെട്ടു. ഇനി ആ ഭാര്യയെ ഇയാൾക്ക് പിന്നെയും കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്ലാം അതിനൊരു നിയമം വെക്കുന്നു. അതെന്താ? ഈ പെണ്ണിനെ സ്വമേധയാ മറ്റൊരു പുരുഷൻ കല്യാണം കഴിക്കണം, ഇയാൾക്ക് വേണ്ടിയല്ല. സ്വമേധയാ സ്വാഭാവികമായ നിലക്കുള്ളൊരു നിക്കാഹ് ഈ പെണ്ണിനെ മറ്റൊരു ഭർത്താവ് വിവാഹം കഴിക്കണം. എന്നിട്ട് അവർ ജീവിക്കണം. ആ ജീവിതത്തിനിടയിൽ അവർക്കിടയിൽ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഉണ്ടാകണം. ഇയാൾക്ക് വേണ്ടി പ്രശ്നം ഉണ്ടാക്കല്ല, ഇയാൾക്ക് കൂട്ടിക്കൊടുക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കല്ല. അവർ തമ്മിൽ ജീവിച്ചു കൊണ്ടിരിക്കെ എന്തോ തമ്മിൽ തെറ്റി മുന്നോട്ട് പോകൂല എന്നായി. അങ്ങനെ അയാളും ഈ പെണ്ണിനെ എന്ത് ചെയ്യണം? ത്വലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇദ്ദക്കിടയിലും ഈ ഭർത്താവ് തിരിച്ചെടുക്കാതെയുമാണെങ്കിൽ ആ ഇദ്ദ കഴിഞ്ഞാൽ ഈ ആദ്യ ഭർത്താവിലേക്ക് ഈ പെണ്ണിന് എന്ത് ചെയ്യാം? മടങ്ങാം. ഇതാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ഹലാലായ അഥവാ ഇസ്ലാമിൽ തെറ്റില്ലാത്ത നിലക്കുള്ള ത്വലാഖ് എന്ന് പറയുന്നത്. അത് തന്നെ എപ്പോഴേ പാടുള്ളൂ എന്നൊക്കെ നമ്മൾ വളരെ വിശദമായി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ത്വലാഖ് ചൊല്ലണം എന്നുണ്ടെങ്കിൽ അതിനൊരുപാട് കടമ്പകളുണ്ട്. തോന്നിയതുപോലെ വസ്ത്രം മാറും പോലെ ലാഘവത്വത്തോടുകൂടെ ഇഷ്ടം പോലെ വഴിയില്ലാന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. എന്നാൽ ഈ 3 ത്വലാഖിൻ്റെ അവസരം വളരെ കൃത്യമായി ഇസ്ലാം പറഞ്ഞല്ലോ. ഇതാണ് ഇപ്പം മുത്തലാഖ്, 3 ത്വലാഖ് എന്ന് പറയുന്നത്. അതാണല്ലോ മുത്തലാഖ്, ട്രിപ്പിൾ ത്വലാഖ്. ഇതെന്താണ്? ഇസ്ലാം ഇങ്ങനെ ഒരു പരിധി നിശ്ചയിച്ചത് ഇസ്ലാം സ്ത്രീകളോട് ചെയ്ത കാരുണ്യാണ് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ നിയമം ഇറങ്ങുന്നതിന് മുമ്പ് എന്താ സമൂഹത്തിന്റെ സമ്പ്രദായം? ഒരാൾ കല്യാണം കഴിക്കും, മൊഴി ചൊല്ലും, വീണ്ടും കല്യാണം കഴിക്കും, തിരിച്ചെടുക്കും, മൊഴി ചൊല്ലും. ഒരു 100 തവണ അങ്ങനെ ചെയ്താലും ഒരു തകരാറില്ലായിരുന്നു. അവരുടെ സംസ്കാരം ഇതായിരുന്നു അറബികളുടെ. മൊഴി ചൊല്ലാ തിരിച്ചെടുക്കുക, മൊഴി ചൊല്ലാ തിരിച്ചെടുക്കുക. ഈ പെണ്ണിനെ ഭാര്യയായിട്ട് വെക്കൂല്ല. എന്നാൽ ഇയാൾ ഭാര്യയായിട്ട് കൊണ്ടു നടക്കോ? ഇല്ല. എന്നാൽ ഈ പെണ്ണിനെ ഫ്രീ ആക്കി മറ്റൊരാളെ കല്യാണം കഴിക്കാൻ അനുവാദം കൊടുക്കോ? അതുമില്ല. സാധാരണ പറയലുണ്ട് പുല്ലൂട്ടിലെ പട്ടിടമായിരിക്കും. ഈ പുല്ലും വൈക്കോലൊക്കെ പിന്നെ ഈ പുൽക്കൂടുണ്ട്, പുല്ലൂട് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. പുല്ലൂട്ടിലെ പട്ടിയെ പോലെ. അവിടെ ഒരു പട്ടി ഉണ്ടായാലും ഈ പശുവിനെ പുല്ല് തിന്നാൻ അനുവദിക്കൂല്ല. എന്നാ ഇത് തിന്നോ? പട്ടി തൊട്ട് തിന്നൂല്ല, തിന്നണ പശുവിനെ അതിന് അനുവദിക്കൂല്ല. ഇതേപോലെ തിന്നൂല്ല, തീറ്റിക്കൂല്ല. എന്നാ ഭാര്യയായിട്ട് കൊണ്ട് നടക്കോ? ഇല്ല. എന്നാ ആ പെണ്ണ് പാവം പുറത്തു പോയിക്കോട്ടെ, ഫ്രീ ആയിട്ട് വിടുക, വേറൊരു കല്യാണം കഴിച്ചോട്ടെ, അതിനും സമ്മതിക്കൂല. കാരണം സമയം ഉണ്ടാകുന്ന ഡേറ്റ് ആവുന്നതോടുകൂടി തിരിച്ചെടുക്കും, പിന്നെയും മൊഴി ചൊല്ലും. ഇങ്ങനെ പെണ്ണുങ്ങളിട്ട് കഷ്ടപ്പെടുത്തിയിരുന്ന ഒരു ജാഹിലിയ സംസ്കാരം. ഈ നിയമം വന്നപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ കളിക്കാൻ പറ്റൂല, പെണ്ണുങ്ങളിട്ട് ഇങ്ങനെ തട്ടാൻ അനുവദിക്കൂല. മൊഴി ചൊല്ലണോ? മൊഴി ചൊല്ലിക്കോളൂ, ആ ചാൻസിൽ തിരിച്ചെടുക്കാം. വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായോ? മൊഴി ചൊല്ലിക്കോളൂ, പ്രശ്നമില്ല, തിരിച്ചെടുക്കാം. മൂന്നാമതും നിങ്ങൾ മൊഴി ചൊല്ലിയാൽ ഇനി ആ പെണ്ണിന് നിങ്ങൾക്ക് കളിക്കാൻ കിട്ടൂല. ഓർത്തിട്ട് വേണം മൂന്നാമത്തത് മൊഴി ചൊല്ലാൻ. ആ മൊഴി ചൊല്ലുന്നതോടുകൂടി ആ പെണ്ണ് നിങ്ങളിൽ നിന്ന് വേർപെട്ടു പോയി. പിന്നെ കരഞ്ഞിട്ടും സങ്കടപ്പെട്ടിട്ടും ഇനി വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല.
പിന്നെ എന്ത് വേണം? പിന്നെ ഇനി നിങ്ങൾക്ക് കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ആ പെണ്ണിനെ വേറെ ഏതെങ്കിലും ആണുങ്ങൾ അവരന്വേഷിച്ച് കണ്ടെത്തി അവർ വിവാഹം നടന്ന് അവർ ജീവിച്ച് കുറേ കാലം കഴിഞ്ഞ് അവർക്കിടയിൽ പ്രശ്നങ്ങളൊക്കെ വല്ലതും സംഭവിച്ച് അവർ തലാഖൊക്കെ ചൊല്ലി നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അയാൾ പിന്നെ ഇദ്ദാകാലത്ത് മടക്കിയെടുത്തിട്ടുമില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആദ്യ ഭാര്യയെ തന്നെ വേണമെങ്കിൽ നിങ്ങൾ അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള അതിർത്തികളെയും പരിധികളെയും ഞങ്ങൾ സൂക്ഷിച്ചോളാം എന്ന് നിങ്ങൾക്ക് വിചാരവും ചിന്തയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങാം. ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് കാര്യങ്ങൾ, വിവരമുള്ള ആളുകൾക്ക് കാര്യം മനസ്സിലാകുന്നവരോട് അള്ളാഹുവിൻ്റെ നിയമങ്ങളും അതിർത്തികളും പരിധികളും വിവരിച്ചു തരികയാണ്. ഇതാണ് വിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ 229, 230 ആയത്തുകളിലൂടെയായി പറയുന്നത്. ഇതാണ് മുത്തലാഖിന് ആധാരം. എന്നാൽ സഹോദരന്മാരെ, ഇവിടെ സമൂഹത്തിൽ പണ്ട് കാലഘട്ടത്തിലെ ഒരു രീതി നിലനിന്നിരുന്നു. അതെന്താണ്? ഒറ്റയിരിപ്പിൽ തന്നെ 3 തലാഖും പറയുന്ന സമ്പ്രദായം. ആദ്യം പറഞ്ഞത് മറക്കരുത്. നമ്മൾ പറയുന്നത് ഒറ്റയിരിപ്പിൽ പറയുന്നതല്ല. ഇസ്ലാം പഠിപ്പിച്ച തലാഖ് ഒറ്റയിരിപ്പിൽ 3 പറയലല്ല, ഒരു തവണത്തെ തലാഖാണ്. പിന്നെയും ജീവിച്ചു തുടങ്ങി പ്രശ്നങ്ങൾ വന്നിട്ട് 2-ാമത്തെ തവണ, അതാണ് മറത്താനി എന്ന് പറയുന്നത്. അത്തലാഖു തലാഖാനി എന്നല്ല പറഞ്ഞത്, അത്തലാഖു മറത്താനി, 2 തവണ, 2 പ്രാവശ്യം എന്നാ പറയുന്നത്. എന്നാൽ ഒരു സമ്പ്രദായം സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അതെന്താ? ഒറ്റയിരിപ്പിൽ തന്നെ 3 തലാഖും ചൊല്ലുന്ന രീതി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് തന്നെ ഉണ്ടായി. ഒറ്റയിരിപ്പിൽ തന്നെയാണ് പറയുന്നത്, ഞാൻ നിന്നെ 3 തലാഖും ചൊല്ലി. തുപ്പാന്നൊക്കെ പറയല് നമ്മുടെ നാട്ടിൽ. ഞാൻ തന്നെ 3ഉം തുപ്പി. ഏരപ്പന്മാര് അങ്ങനത്തെ ആ രൂപത്തിലുള്ള സംസ്കാരമില്ലാത്ത പദപ്രയോഗങ്ങൾ പ്രയോഗിച്ച് ഇസ്ലാമിക ശരീഅത്തിന്റെ സൽപേരിന് കളങ്കം ചാർത്തിയ ഒരുപാട് ആളുകൾ സമൂഹത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. 3ഉം തുപ്പ്, എന്നിട്ട് തുപ്പലൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ചെയ്യേണ്ടത്. ഇതൊക്കെ മാന്യമായ സമ്പ്രദായമാണ്. പറയിപ്പിക്കരുത് ആരും ഇസ്ലാമിക ശരീഅത്തിനെ. അപ്പൊ പണ്ട് കാലത്ത് ഒന്നുകിൽ ഞാൻ നിന്നെ 3ഉം ചൊല്ലി, നിന്റെ 3 തലാഖും ഞാൻ പിരിച്ചയച്ചു എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയും പറയും, അൻതി താലിഖുൻ, അൻതി താലിഖുൻ, അൻതി താലിഖുൻ. അങ്ങനെ 3 എണ്ണമായിട്ട് പറയലുണ്ട്. ഒറ്റ വാക്ക് തന്നെ 3ഉം ചൊല്ലി എന്ന് പറയാ. അല്ലെങ്കിൽ എന്ത് പറയാ? ഞാൻ നിന്നെ മൊഴി ചൊല്ലി, ഞാൻ നിന്നെ മൊഴി ചൊല്ലി, ഞാൻ നിന്നെ മൊഴി ചൊല്ലി. അപ്പൊ 3 എണ്ണമല്ലോ. അങ്ങനെ 3ഉം പറയുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിവരം കിട്ടി, ഒരാൾ ത്വല്ലഖ ഇംറഅതഹു 3 തത്ലീഖാത്തിൻ ജമീഅൻ. ഒരാൾ ഇരുന്ന ഇരിപ്പിൽ, ഒറ്റ ഇരിപ്പിൽ തന്നെ തന്റെ ഭാര്യയെ 3 മൊഴി ചൊല്ലി എന്ന് പറഞ്ഞപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാമ മുഗ്ദിബാ, ദേഷ്യം പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നിട്ട് സുമ്മഖാല, അവിടുന്ന് പറയുകയാണ്, അയൽ അബു ബി കിതാബില്ലാഹ് വ അന ബൈന ദുഹുരിക്കും. അയൽ അബു ബി കിതാബില്ലാഹ്, അള്ളാന്റെ ഖുർആൻ കൊണ്ട് കളിക്കുകയാണോ? അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് കളിക്കുകയാണോ? വ അന ബൈന ദുഹുരിക്കും, ഞാൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കെ തന്നെ. ഞാൻ ഉള്ളപ്പോ തന്നെ നിങ്ങൾ ഇങ്ങനെ കളിക്കുക, പിന്നെ എന്തായിരിക്കും എന്റെ കാലശേഷങ്ങളെ സ്ഥിതി? അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് കളിക്കുന്നുവോ? വ അന ബൈന ദുഹുരിക്കും, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കെ തന്നെ. അപ്പൊ ഈ സമ്പ്രദായം എന്താണെന്ന് ഇപ്പൊ ആ ഹദീസ് കൊണ്ട് എന്ത് മനസ്സിലായി? ഈ സമ്പ്രദായം ബിദ്അത്തും ഹറാമുമാണ് എന്ന് മനസ്സിലായി. ഒറ്റ ഇരിപ്പിൽ ഇങ്ങനെ 3 തലാഖും ചൊല്ലൽ എന്താണ്? ബിദ്അത്താണ്, പാടില്ലാത്തതാണ്, ഹറാമാണ്. വേറെ ചില പണ്ഡിതന്മാരൊക്കെ അത് ജായിസാണ് എന്നൊക്കെ പറഞ്ഞവരുണ്ടെങ്കിലും പ്രബലമായ വീക്ഷണമനുസരിച്ച് അങ്ങനെ ഒറ്റ ഇരിപ്പിൽ ഈ 3ഉം കൂടിയാണ് പറയൽ. എന്താണ്? പാടില്ലാത്തതാണ്, ഹറാമാണ് ആ രീതി. അതിന് ത്വലാഖ് ബിദ്അഇ എന്നാണ് പണ്ഡിതന്മാർ പേര് പറഞ്ഞത്. ത്വലാഖ് ബിദ്അഇ എന്ന് പറഞ്ഞാൽ പുത്തൻ ത്വലാഖ്, പാടില്ലാത്ത ത്വലാഖ്, പാടില്ലാത്ത രീതി. അങ്ങനെ ഇരുന്ന ഇരിപ്പിൽ നിന്നെ 3 മൊഴി ചൊല്ലി എന്ന് പറയുന്ന സമ്പ്രദായം. അതല്ലെങ്കിൽ നിന്റെ ഞാൻ 1 തലാഖ് ചൊല്ലി, നിന്നെ ഞാൻ 2ഉം പിരിച്ചു, നിന്നെ ഞാൻ 3ഉം പിരിച്ചു എന്നിങ്ങനെ 3 തലാഖും നിന്നെ ഞാൻ പിരിച്ചു എന്ന് 3 ആയിട്ട് തന്നെ പറയുകയോ, അതല്ലെങ്കിൽ ഒറ്റ വാക്കിൽ തന്നെ നിന്നെ ഞാൻ 3ഉം പിരിച്ചു, 3ഉം ഒഴിവാക്കി എന്ന് പറയുകയോ ചെയ്യുന്ന സമ്പ്രദായം കുറ്റകരമാണ്.
പാടില്ലാത്തതാണ്, അത് ഹറാമാണ് എന്ന് തന്നെയാണ് പ്രബലമായ വീക്ഷണം. എന്നാൽ അനുവദനീയമാണെന്ന വീക്ഷണക്കാരും ഉണ്ട്. എന്നാൽ സഹോദരന്മാരെ, ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് കാര്യം. അത് ഹറാമാണോ അല്ല എന്നൊക്കെ തർക്കമുണ്ടെങ്കിലും ഇങ്ങനെ ഇരുന്ന ഇരിപ്പിൽ ഒരാൾ 3 ത്വലാഖും ചൊല്ലിയാൽ അതിൻ്റെ വിധി എന്താണ്? അതാണല്ലോ ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ത്വലാഖ് പോകുന്നുണ്ടെങ്കിൽ എത്ര പോവും? ഈ വിഷയത്തിൽ പ്രധാനമായും 4 അഭിപ്രായങ്ങൾ പണ്ഡിത ലോകത്തുണ്ട്. ഇപ്പം തുടങ്ങിയൊന്നുമല്ല, പണ്ട് കാലം മുതലേ മുത്തലാഖ് ചൊല്ലിയാൽ, അതാട്ടോ മുത്തലാഖ്, ട്രിപ്പിൾ തലാഖ്. ഈ മുത്തലാഖ് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രായോഗികമായ വശം, അതിൻ്റെ സാധുതയും സാധ്യതയും എത്രത്തോളമുണ്ട് എന്നതിൽ 4 പ്രധാനപ്പെട്ട വീക്ഷണങ്ങൾ പണ്ഡിത ലോകത്തുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം, അങ്ങനെ പറഞ്ഞാൽ ഒരു ത്വലാഖും സംഭവിക്കൂല. കാരണം അത് ബിദഅത്തായ ത്വലാഖാണ്, അതുകൊണ്ട് ഒരു ത്വലാഖും സംഭവിക്കൂല എന്ന്. ഈ വീക്ഷണക്കാരാണ് ദാവൂദുൽ ലാഹിരിയുടെ ലാഹിരി മദ്ഹബുകാരിൽപ്പെട്ട ചില പണ്ഡിതന്മാരുടെയും അതുപോലെ തന്നെ ഷിയാക്കളുടെയും അഭിപ്രായം ഇതാണ്. ഷിയഈ വിഭാഗത്തിൻ്റെയും ലാഹിരി മദ്ഹബുകാരുടെയും വീക്ഷണം എന്താണ്? ഒറ്റയിരിപ്പിൽ 3 ത്വലാഖും ചൊല്ലിയാൽ ആ ത്വലാഖ് തന്നെ ശരിയായിട്ടില്ല, അതുകൊണ്ട് ഒരു ത്വലാഖും എന്ത് ചെയ്യൂല, പോകൂല, ഇയാളെ ഭാര്യ തന്നെയാണ്, ഒന്നും പോയിട്ടില്ല. ഇതാണ് ഒരു വീക്ഷണം. ഇനി രണ്ടാമത്തെ വീക്ഷണം എന്താണ്? യഖഉ ബിഹി വാഹിദ വലാ തഅ്സീറ ലിൽലഫ്ളി ഫീഹി. ഒരു ത്വലാഖ് പോകും. 3 പറഞ്ഞാൽ ഒരു ത്വലാഖ് സംഭവിക്കും. എത്ര എണ്ണം, ഇനിയിപ്പോൾ 100 ത്വലാഖേ ഇല്ല എന്ന് ഒരാളാണ് പറഞ്ഞാലും പോകുക എത്രയുള്ളൂ? 1 പോകുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? ഇദ്ദാകാലത്ത് മടക്കിയെടുക്കാം. ഇങ്ങനെ 3 ത്വലാഖും ചൊല്ലി എന്ന് പറഞ്ഞാലും ഇദ്ദാകാലത്ത് എന്ത് ചെയ്യാം? മടക്കിയെടുക്കാം. അതല്ലെങ്കിൽ ഇദ്ദ കഴിഞ്ഞാൽ വിവാഹം ചെയ്യാം. അതിനൊന്നും ഒരു തടസ്സമല്ല. പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പൊതുവെ മനസ്സിലാകുന്നതും ത്വലാഖിന്റെ അടിസ്ഥാന തത്വങ്ങളോട് കൂടുതൽ യോജിച്ചതുമായ അഭിപ്രായം ഈ അഭിപ്രായമാണ് എന്നാണ്. 3 പറഞ്ഞാൽ എത്രേ പോവുള്ളൂ? 1 പോവുള്ളൂ. 1 പോകും. ആ അഭിപ്രായമാണ്. തെളിവിന്റെ കൂടുതൽ പിൻബലം ഇതിനാണുള്ളത് എന്നതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായി പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രണ്ടാമത്തെ വീക്ഷണം എന്താണ്? ഒരു ത്വലാഖ് സംഭവിക്കും. ഇനി 3ാമത്തെ വീക്ഷണം എന്താണ്? അതാണ് ബഹുഭൂരിപക്ഷത്തിന്റെ വീക്ഷണം. അത് നമ്മൾ മനസ്സിലാക്കണം. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ 4 മദ്ഹബിലും, ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി മദ്ഹബിന്റെ വീക്ഷണക്കാരൊക്കെ ഏത് വീക്ഷണക്കാരാ? ഇനി പറയാൻ പോകുന്ന വീക്ഷണക്കാരാണ്. യഖഉ ബിഹി സലാസത തലീഖാത്ത്, മുഴുവനും പോയി. 3 ത്വലാഖും ചൊല്ലി എന്ന് പറഞ്ഞാൽ 3 പോകും. 3 ചൊല്ലിയാൽ 3 സംഭവിക്കും. അതുകൊണ്ട് പിന്നീട് മടക്കിയെടുക്കാൻ പാടില്ല. മറ്റൊരാൾ വിവാഹം കഴിച്ച് ത്വലാഖും ഇദ്ദയൊക്കെ കഴിഞ്ഞ ശേഷമല്ലാതെ വിവാഹവും പാടില്ല. ഭൂരിപക്ഷാഭിപ്രായ പ്രകാരം ഈ വീക്ഷണക്കാരാണ്. ഇതാണിപ്പോൾ നമ്മുടെയൊക്കെ നാടുകളിൽ പ്രചാരത്തിലുള്ള ഷാഫി മദ്ഹബ്, ഹനഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്, മാലിക്കി മദ്ഹബ് പോലെയുള്ള പ്രശസ്തമായ മദ്ഹബിൻ്റെ വീക്ഷണങ്ങളൊക്കെ എന്താണ്? 3 ത്വലാഖും ചൊല്ലിയാൽ 3 സംഭവിക്കും. 4ാമത്തെ ഒരു വീക്ഷണം ഉള്ളത് ഏതാണ്? ഭർത്താവും ഭാര്യയും തമ്മിൽ വിവാഹത്തിന്റെ ശേഷം ശാരീരിക ബന്ധം നടന്നിട്ടാണ് 3 ചൊല്ലുന്നതെങ്കിൽ 3 സംഭവിക്കും. അതല്ല, ശാരീരിക ബന്ധമൊക്കെ നടക്കുന്നതിൻ്റെ മുമ്പ് നിക്കാഹൊക്കെ കഴിഞ്ഞ് പിന്നെ ത്വലാഖാണ് ചൊല്ലിയത്, അവർ തമ്മിൽ തൊട്ടിട്ട് പോലുമില്ല, എങ്കിലോ 1 സംഭവിക്കൂ. ഇങ്ങനെ ഒരു ന്യൂനപക്ഷത്തിന് ഇങ്ങനെ അഭിപ്രായം. അപ്പൊ ഇതിൽ സഹോദരന്മാരെ, ഇതിലേതിനാണ് കൂടുതൽ പ്രബലതയുള്ളത്? ഭൂരിപക്ഷം ആളുകൾ ഒരു തീരുമാനം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് മാത്രമാണ് ശരീഅത്ത് ഇസ്ലാമിലില്ല. ഇത് പണ്ട് കാലം മുതൽക്കേ വീക്ഷണ വ്യത്യാസം പണ്ഡിത ലോകത്തുള്ളൊരു വിഷയമാണ്. നമ്മളെല്ലാവരും ഇത് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ 4 വീക്ഷണത്തിൻ്റെയും പിന്നാലെ ആളുകളുണ്ട്. 4 വീക്ഷണത്തിൻ്റെയും പിന്നാലെ ആളുകളുണ്ട് എന്ന് മാത്രമല്ല, ഇതിൽ പറഞ്ഞ 2 വീക്ഷണം പ്രബലമായി പിന്തുണക്കുന്ന ധാരാളം ആളുകൾ ലോകത്തുണ്ട്. അതേതാ? ഒന്ന് ഞാൻ പറഞ്ഞ വീക്ഷണം. ഏത്? 3 പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല, എത്രേ പോവുള്ളൂ? 1 പോവുള്ളൂ. ആ വീക്ഷണക്കാരാണെന്ന് ധാരാളക്കണക്കിന് പണ്ഡിതന്മാരും ആധുനികരും പൂർവികരുമായ ധാരാളം ആളുകൾ, സഹാബാക്കളിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ ശേഷം അദ്ദേഹം നടപ്പിലാക്കിയ ഒരു സംഗതിക്ക് മുമ്പ്, അതുപോലെ തന്നെ അലി റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു,
സുബൈർ റളിയല്ലാഹു തആല അൻഹു പോലെയുള്ള സഹാബിമാർ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബിമാർ, അതുപോലെ തന്നെ താബിഈങ്ങളിൽ നിന്ന് പ്രശസ്തനും പ്രസിദ്ധനുമായ ത്വാവൂസ് റഹിമഹുല്ലാ പോലെയുള്ള പ്രശസ്തരായ താബിഈ പണ്ഡിതന്മാർ, അതുപോലെ തന്നെ പിൽക്കാലക്കാരായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനായി അറിയപ്പെടുന്ന ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഇന്ന് സൗദി അറേബ്യയിലുള്ള പ്രശസ്തരായ കിബാറുൽ ഉലമ, വലിയ വലിയ അഗ്രേസരന്മാരായ പണ്ഡിതന്മാരെന്നറിയപ്പെടുന്ന ആളുകൾ, ജീവിച്ചിരിക്കുന്നവരും പൂർവീകരുമായ പ്രശസ്തരായ ധാരാളക്കണക്കിന് വലിയ വലിയ ഉലമാക്കൾ, ഇവരൊക്കെ ഈ വീക്ഷണക്കാരാണ്. ഏത് വീക്ഷണം? ഒറ്റ ഇരുപ്പിൽ മൂന്നും പറഞ്ഞാലും മൂന്നും പോകില്ല, എത്രേ പോവുള്ളൂ? ഒന്നേ പോവുകയുള്ളൂ എന്ന വീക്ഷണക്കാരാണ്. അതേ അവസരത്തിൽ മൂന്നും സംഭവിക്കുമെന്ന് പറഞ്ഞ ധാരാളക്കണക്കിന് മദ്ഹബിന്റെ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് വീക്ഷണത്തിൽ ഏത് വീക്ഷണത്തെ പിന്തുണക്കുന്നു? ഒരു വീക്ഷണത്തെ പിന്തുണച്ചവൻ പിഴച്ചവനാണെന്ന് പറയാൻ നമുക്ക് വകുപ്പില്ല. പല അഭിപ്രായങ്ങൾക്ക് അഥവാ ഗവേഷണങ്ങൾക്ക് സാധ്യതയുള്ള ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പരമപ്രധാനമായ ഒരു കാര്യമാണ്. ഇത് മറ്റുള്ള വിഷയങ്ങളിലേക്കും ഇത് ബാധകമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്ലാമികമായി ഗവേഷണത്തിന് സാധ്യതയുള്ള വിഷയങ്ങളിൽ പൂർവീകരും ആധുനികരുമായ പണ്ഡിതന്മാർ പലപ്പോഴും പല വീക്ഷണങ്ങളുടെ പിന്തുണച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ ഗവേഷണത്തിനും അങ്ങനെ അഭിപ്രായ വ്യത്യാസത്തിനും സാധുതയുമുള്ള വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു വീക്ഷണത്തെ ഒരാൾ പിന്തുണക്കുന്നുവെങ്കിൽ മറ്റേ വീക്ഷണം വെച്ച് ഇയാൾ പുത്തൻവാദിയാണെന്നോ പഴച്ചവനാണെന്നോ പറയാൻ പാടില്ല. കാരണം എന്താ? രണ്ടഭിപ്രായത്തിനും സാധ്യതയുള്ള ഒരു വീക്ഷണമാണ്, ഒരു വിഷയമാണ്. അതുകൊണ്ട് പല അഭിപ്രായങ്ങളോടും യോജിക്കുന്നവരുണ്ടാകും, വിയോജിക്കുന്നവരുണ്ടാകാം. അങ്ങനത്തെ ചില വിഷയങ്ങളുണ്ട്. അപ്പം അത്തരം കേസുകളിൽ ഒരു പക്ഷം ചേർന്ന് അതിൻ്റെ പേരിൽ മറ്റൊരാളെ പഴച്ചവനാക്കാനോ, അവൻ ഇസ്ലാമെന്ന് പുറത്താണെന്ന് പറയാനോ, അവൻ യഥാർത്ഥ മുസൽമാനല്ല എന്ന് പറയാനോ, അവൻ കുഴപ്പക്കാരനാണെന്ന് പറയാനോ വകുപ്പില്ല. അതിൽപ്പെട്ടതാണ് ഈ മുത്തലാഖിൻ്റെ പ്രശ്നം. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു എന്ത്? മൂന്നും പറഞ്ഞാൽ മൂന്നും പോകും. ഞാൻ പറഞ്ഞല്ലോ 4 മദ്ഹബിന്റെ പ്രശസ്തരായ പണ്ഡിതന്മാരും ആ വീക്ഷണക്കാരാണ്. അതേ അവസരത്തിൽ മൂന്നും പറഞ്ഞാൽ ഒന്നേ സംഭവിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ സഹാബിമാര്, താബിഈങ്ങള്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ, ശൈഖുൽ ഇസ്ലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, അതുപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, പിൽക്കാലത്തുള്ള സൗദി അറേബ്യയിലും മറ്റും പടർന്നു കിടക്കുന്ന കിബാറുൽ ഉലമയിലെ അഗ്രേസരന്മാരായ ധാരാളക്കണക്കിന് ആധുനികരും പൂർവികരുമായ പണ്ഡിതന്മാര്, ഇവരൊക്കെ ആ വീക്ഷണക്കാരാണ്. അപ്പം അതുകൊണ്ട് വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ പണ്ട് മുതലേ നിലനിന്നു പോരുന്നൊരു കാര്യമാണ്. 3 ത്വലാഖും ഒരൊറ്റ ഇരുപ്പിൽ തന്നെ പറഞ്ഞാൽ എത്ര എണ്ണമാണ് സംഭവിക്കുക എന്നത്. അതേ അവസരത്തിൽ ഷിയാക്കൾക്ക് തീരുമാനമനുസരിച്ച് ഞാൻ ആദ്യം പറഞ്ഞു, ഇതിപ്പോൾ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കിടയിലുള്ള തർക്കമാണ് ഞാൻ പറഞ്ഞത്. ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ ഇമാം ദാവൂദുൽ ലാഹിരിയുടെ ലാഹിരി മദ്ഹബിന്റെ വീക്ഷണപ്രകാരവും ഒറ്റയടിക്ക് 3 ത്വലാഖും പറഞ്ഞാൽ ഒന്നും സംഭവിക്കുകയില്ല എന്നാണ് അവരുടെ വീക്ഷണം. എന്നാൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ ഈ 2 വീക്ഷണക്കാരും ഉണ്ട്. ഇതിൻ്റെ ഈ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിലുമുണ്ട്, എല്ലാ രാജ്യത്തുമുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ ഈ നിയമത്തെ പിന്തുണച്ചിട്ടുണ്ട്. ഏത് നിയമത്തെ? 3 ത്വലാഖ് ഒറ്റയിരുപ്പിന് ഒരാൾ 3 ത്വലാഖും പറഞ്ഞാലും ഒന്നേ സംഭവിക്കുകയുള്ളൂ എന്ന വീക്ഷണത്തെ ധാരാളക്കണക്കിന് അറബ് രാജ്യങ്ങൾ അവരുടെ ഖാനൂനായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു വിവാദമല്ല, പണ്ട് മുതൽ ഇന്ന് വരെ അത് നിലനിൽക്കുകയാണ്. വ്യത്യസ്തങ്ങളായ ഈ വീക്ഷണത്തിൻ്റെ ഓരോ അഭിപ്രായങ്ങളുടെയും പിന്നാലെ ധാരാളക്കണക്കിന് പ്രഗത്ഭമതികളായ പണ്ഡിതന്മാർ തന്നെയും ഉണ്ട്. ഇനി സഹോദരന്മാരെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൂടുതൽ തലാഖിൻ്റെ തത്വങ്ങളോട് യോജിക്കുന്നതും തെളിവുകളോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നതും നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ വീക്ഷണമാണ്. അഥവാ 3 ത്വലാഖും ഒറ്റയിരുപ്പിൽ പറഞ്ഞാൽ ഒന്ന് സംഭവിക്കും, മടക്കിയെടുക്കാവുന്ന തലാഖ് തന്നെയാണത്. കാരണം ഇസ്ലാം തലാഖ് 2 തവണയാണ് എന്ന് പറഞ്ഞത് ഒറ്റയിരുപ്പിൽ 2ഉം 3ഉം പറയാനുള്ള അനുവാദമല്ല. മറിച്ച് എന്താണ്? ഒരിക്കൽ തലാഖ് ചൊല്ലിയിട്ട് ഇദ്ദ കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇദ്ദ കഴിഞ്ഞാൽ വിവാഹത്തിലൂടെ മടക്കിയെടുക്കാം. ഒരു ചാൻസ് അവസാനിച്ചു.
രണ്ടാമത്തെ വിവാഹം നടന്നു, രണ്ടാമതും അവർ ഒരുമിച്ച് ജീവിക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ത്വലാഖ് ചൊല്ലുന്നു, ഇദ്ദ കഴിയുന്നതിന്റെ മുമ്പ് ഒന്നുകിൽ തിരിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ ഇദ്ദ കഴിഞ്ഞതിന്റെ ശേഷം വിവാഹത്തിലൂടെ അവർ വീണ്ടും ഭാര്യാഭർത്താക്കന്മാരാകുന്നു. രണ്ട് ചാൻസ്. വീണ്ടും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, മൂന്നാമതായും ത്വലാഖ് സംഭവിക്കുന്നു. ആ ത്വലാഖ് കൂടി മൂന്നാമത്തേതു കൂടി സംഭവിച്ചാൽ ആദ്യ ഭർത്താവിന് ഈ ഭാര്യ എന്നേക്കുമായി വേർപെട്ടു. ഇനി അവളെ തിരിച്ചെടുക്കാൻ വകുപ്പില്ല. ഇനി തിരിച്ചെടുക്കണമെങ്കിൽ ആ സ്ത്രീയെ മറ്റൊരു പുരുഷൻ അയാൾക്ക് വേണ്ടി തന്നെ കല്യാണം കഴിച്ച് അവർക്കിടയിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി അവർ ത്വലാഖിലേക്ക് എത്തിച്ചേർന്ന് ത്വലാഖ് ചൊല്ലുകയും ആ ത്വലാഖിന്റെ ഇദ്ദ തീരുന്നതിൻ്റെ ഇടക്ക് ആ ഭർത്താവ് തിരിച്ചെടുക്കുകയും ചെയ്യാതെ ഈ പെണ്ണ് മൊഴി ചൊല്ലപ്പെട്ടവളായി തന്നെ തുടരുമ്പോൾ ഈ 3 പ്രാവശ്യം ത്വലാഖ് ചൊല്ലിയ ആദ്യ ഭർത്താവിന് വേണമെങ്കിൽ അവളുമായി ഒരുമിച്ച് ജീവിക്കാൻ അവളെ മടക്കിയെടുക്കാവുന്നതാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ രീതി. ഇവിടെയാണ് ഈ 3ഉം കൂടെ ഒന്നിച്ചു ചൊല്ലുന്ന ഈ സമ്പ്രദായം സമൂഹത്തിൽ അതിൻ്റെ വിഷയത്തിൽ ഈ പറഞ്ഞ ഏത് വീക്ഷണത്തിനാണ് കൂടുതൽ തെളിവുകളുടെ പ്രാമുഖ്യമുള്ളത് അല്ലെങ്കിൽ പ്രബലതയുള്ളത്? ഇതാണ് നമ്മൾ ഇനിയൊന്ന് മനസ്സിലാക്കേണ്ടത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത, അതുപോലെ തന്നെ ഇമാം അഹ്മദ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഈ വിഷയത്തിൽ ഈ പറഞ്ഞ വീക്ഷണത്തിൽ ഏത് വീക്ഷണമാണ് പ്രബലത എന്ന് നമുക്ക് ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ 1-2 ഹദീസുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഒന്ന്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറയാണ്, കാനത് ത്വലാഖു അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅബീ ബക്കറ വസനതൈൻ മിൻ ഖിലാഫത്തി ഉമർ طلاق الثلاث واحدا فقال عمر بن الخطاب رضي الله عنه إن الناس قد استعجلوا في أمر كانت لهم فيه أنات فلو أمضيناه عليهم فأمضاه عليهم. ശരിക്കും മനസ്സിലാക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ പറയുന്നു കേട്ടോ. എന്താ അദ്ദേഹം പറയുന്നത്? കാനത് ത്വലാഖു, ത്വലാഖായിരുന്നു അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തും വഅബീ ബക്കറ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തും വസനതൈനി മിൻ ഖിലാഫത്തി ഉമറ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തിന്റെ ആദ്യ 2 വർഷങ്ങളിലും ത്വലാഖുസ് സലാസി വാഹിദ, 3 പറഞ്ഞാലും എത്രയായിരുന്നു? 1 ആയിരുന്നുള്ളൂ. 3 ത്വലാഖ് ഒരാൾ ഒറ്റയിരുപ്പിൽ പറഞ്ഞാൽ അത് എത്ര ത്വലാഖായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത്? ഒറ്റ ത്വലാഖ് മാത്രമേ പോവുകയുള്ളൂ എന്ന വീക്ഷണമായിരുന്നു. ഏത് കാലത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് മുഴുവനും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മുഴുവനും, പിന്നീട് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഭരണം ഏറ്റെടുത്തതിന്റെ ആദ്യത്തെ 2 വർഷക്കാലവും ഈ നിയമം തന്നെയായിരുന്നു. ഏത് നിയമം? ഇരുന്ന ഇരിപ്പിൽ 3 ത്വലാഖ് ചൊല്ലിയാലും എത്ര ത്വലാഖേ സംഭവിക്കൂ? 1 ത്വലാഖേ സംഭവിക്കുകയുള്ളൂ. എങ്കിൽ പിന്നെ എവിടുന്ന് ആ ചേഞ്ച് വന്നത്? കേട്ടോളൂ. അങ്ങനെ ഫഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ 2 വർഷവും ജനങ്ങൾ ഇങ്ങനെ ഈ 3 ത്വലാഖ് ചൊല്ലി എന്ന് കേട്ടാൽ അദ്ദേഹം അവരെ ചാട്ടവാറ് കൊണ്ട് അടിക്കാറുണ്ട്, ദേഷ്യം പിടിച്ചിട്ട്. എന്താ പാടില്ലാത്ത സമ്പ്രദായം ചെയ്യുന്നത്? ചാട്ടവാറ് കൊണ്ട് അടിക്കാറുണ്ട് എന്നാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തിന്റെ ആദ്യത്തെ 3 ത്വലാഖ് ചൊല്ലുന്നവരെ ചാട്ടവാറ് കൊണ്ട് അദ്ദേഹം അടിച്ചിരുന്നു, വേദനിപ്പിച്ചിരുന്നു, ശിക്ഷ കൊടുക്കാറുണ്ടായിരുന്നു, ദേഷ്യം പിടിക്കാറുണ്ടായിരുന്നു അവരോട്. എന്നാൽ ജനങ്ങൾ തന്നെ തുടരാൻ തുടങ്ങി. ജനങ്ങൾ അള്ളാഹു അനുവദിച്ചു കൊടുത്ത ഒരു ഏർപ്പാടാണല്ലോ എന്ത്? നിങ്ങൾക്ക് 3 ചാൻസ് ഉണ്ട്, 2 ചാൻസ് നിങ്ങൾക്ക് മടക്കിയെടുക്കാനുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത്. അതുകൊണ്ട് ഓരോ പ്രാവശ്യം അങ്ങനെ ഓരോ തവണയായിട്ട് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എന്നാൽ നിങ്ങൾക്ക് മാറ്റം സ്വീകരിക്കാവുന്ന ചാൻസ് ഉള്ള ത്വലാഖാണ് എന്നാണ് അള്ളാഹു നിയമം പഠിപ്പിച്ചത്. പക്ഷെ ജനങ്ങൾ ഇത് ദുരുപയോഗം ചെയ്തു. ഇരുന്ന ഇരിപ്പിൽ തന്നെ 3 എന്നാണ് പറയാൻ തുടങ്ങി. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഭരിക്കുന്ന കാലഘട്ടത്തിൽ 2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഭരണാധികാരി എന്ന നിലയ്ക്ക് ഒരു മസ്ലഹത്തിന്റെ തീരുമാനം എടുത്തു. ഇങ്ങനെ ഇവരെങ്ങനെ വിട്ടാൻ പറ്റൂല. അദ്ദേഹം പറഞ്ഞു, ഇന്നന്നാസ ഖദ് ഇസ്തഅജലു, തീർച്ചയായും ജനങ്ങൾ തിരക്ക് കൂട്ടുന്നു, ഫീ അംരിൻ കാനത് ലഹും ഫീഹി അനാത്, അവർക്ക് അല്ലാഹു സാവകാശത്വം നൽകി അനുഗ്രഹിച്ചിട്ടുള്ള ഒരു വിഷയത്തിൽ ജനങ്ങൾ എന്ത് ചെയ്യാണ്? തിരക്ക് കൂട്ടുകയാണ്. അള്ളാഹ് അവർക്ക് അനുവദിച്ച അവസരം ഉപയോഗപ്പെടുത്താൻ കാത്തു നിൽക്കാതെ
ജനങ്ങൾ തിരക്ക് കൂട്ടുകയാണ്, മൂന്നും ചൊല്ലി എന്നൊക്കെ പറഞ്ഞ് തിരക്ക് കൂട്ടുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫലൗ അംളൈനാഹു അലൈഹിം, ഞാൻ അവരാ പറയുന്നത് പോലെ തന്നെ അവരിലാണ് നടപ്പിലാക്കിയാലോ എന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകാണ്, അവരെ പറയുന്നത് പോലെ തന്നെയാണ് നടപ്പിലാക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. എന്ന് മാത്രല്ല, ഫഅംലാഹു അലൈഹിം, ജനങ്ങളുടെ മേൽ അദ്ദേഹം നിയമമാണ് നടപ്പിലാക്കി. ഈ നിങ്ങളൊന്ന് മൂന്നും ചൊല്ലി വരും, മൂന്നോണ് പോകും. ആരാ പറഞ്ഞത്? ഉമർ ഖത്താബ് റളിയല്ലാഹു തആല. ഇതെന്തിനാ ഇങ്ങനെ ചെയ്തത് സഹോദരന്മാരെ? ഇത് ഇങ്ങനെ ചെയ്തത് എന്തിനാണ്? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഖദ് സഹ്ഹ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് സ്വഹീഹായി വന്നല്ലോ, അന്ന സലാസ കാനത്ത് വാഹിദത്തൻ ഫി അഹ്ദിഹി, അവിടുത്തെ കാലഘട്ടത്തിൽ 3 തലാഖ് പറഞ്ഞാൽ അതൊന്നേ പരിഗണിക്കപ്പെട്ടിരുന്നുള്ളൂ എന്ന്. വഹദി അബീബക്കറിൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും അതേ നിലയാണ് തുടർന്നിരുന്നത്. വസദ്റൻ മിൻ ഖിലാഫത്തി ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ പ്രഥമ ഘട്ടത്തിലും ഇങ്ങനെയാണ് സംഭവിച്ചിരുന്നത് എന്നത് വ്യക്തമാണല്ലോ. എങ്കിൽ പിന്നെ വഖദ് അഫ്താഹു വസല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണല്ലോ ഫത്വ നൽകിയത്. ഫഹാദിഹി ഫത്വാഹു, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മതവിധിയാണല്ലോ. നബി തങ്ങൾ പഠിപ്പിച്ച ഫത്വ അത് തന്നെയാണല്ലോ, അതിന് മാറ്റില്ലല്ലോ. വഅമലു അസ്ഹാബിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തും അങ്ങനെ തന്നെയാണല്ലോ ചെയ്തത്. ഏതുപോലെ കഅന്നഹു അഖ്ദും ബിൽ യദി, കൈമാറി അവർ ഏറ്റെടുത്തതുപോലെ അവരങ്ങനെ തന്നെയാണല്ലോ ചെയ്തത്. വലാ മുആരിള ലിദാലിക, അതിനെതിരാരും പറഞ്ഞിട്ടില്ല, അതിനെതിരാരുമില്ലല്ലോ. എന്നാൽ അപ്പൊ നമുക്ക് സംശയം എന്താണ്? പിന്നെന്തേ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്തത്? പിന്നെന്തേ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്തത്? ജനങ്ങളുടെ മേൽ ആ മൂന്നും നടപ്പിലാക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണെന്നോ, ഉഖൂബതൻ വസജറൻ ലഹും അല്ലാ യുർസിലുഹാ ജുംല, ഇനി മേലാൽ ഈ അവസരം അള്ളാഹു തന്നിട്ടുള്ള ഈ ചാൻസുകൾ കളഞ്ഞു കുളിച്ചുകൊണ്ട് ഒറ്റയിരിപ്പിൽ തന്നെ മൂന്നും പോയി എന്ന് പറയുന്ന, മൂന്നും ഒഴിവാക്കി എന്ന് പറയുന്ന സമ്പ്രദായം ഇനി തുടർന്നാൽ ശിക്ഷ എന്ന നിലക്കാണ് ഭരണാധികാരിക്ക് അള്ളാഹു അനുവദിച്ചിട്ടുള്ള ആ ഒരു ഇളവ് വെച്ചുകൊണ്ട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തത്? മൂന്നും മൂന്നായിട്ട് തന്നെ പരിഗണിക്കപ്പെടും എന്ന ശിക്ഷയായിട്ടാണ് അത് നടപ്പിൽ വരുത്തിയത്. ശിക്ഷയായിട്ടൊരു നിയമം നടപ്പിൽ വരുത്തത് കാലാകാലം നീണ്ടുക്കൂല. വഹാദാ ഇജ്തിഹാദും മിൻഹു റളിയല്ലാഹു അൻഹു, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഇത് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗവേഷണത്തിന്റെ ഫലമാണ്. അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം അദ്ദേഹം നടപ്പിലാക്കിയതാണ്, ശരീഅത്ത് മാറ്റിയതല്ല. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ചില നിയമങ്ങൾ ചില ഘട്ടങ്ങളിൽ ആദാത് സമൂഹത്തിന്റെ മസ്ലഹത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട്, മസ്ലഹത്തിനെ പരിഗണിച്ചുകൊണ്ട്, സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള നന്മയെ പരിഗണിച്ചുകൊണ്ട് ചില മാറ്റങ്ങൾ വരുത്താം. അത് നിയമങ്ങളെ ഭേദഗതി ചെയ്യലല്ല, അത് താൽക്കാലികമാണ്, അത് താൽക്കാലികമാണ്. അത്തരത്തിലുള്ള കേസുകൾ അതാണ് ഇവിടെ ഉമർ റളിയല്ലാഹു തആല അൻഹു ചെയ്തത്. ഗായത്തുഹു, അതിന്റെ ലക്ഷ്യം എന്താണ്? അൻ യകൂന സായിഗൻ ലിമസ്ലഹത്തിൻ റആഹാ, മഹാനവറുകൾ കണ്ട ഒരു പൊതു നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. അതിന്റെ പേരിൽ വലാ യജൂസു തർക്കു മാ അഫ്താ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഫത്വ കൊടുത്തൊരു വിഷയത്തെ ഒരു കാലത്തും ഇനി പാടില്ല എന്നോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാരും അവിടുത്തെ ഖലീഫമാരുമൊക്കെ തുടർന്ന് വന്ന ആ നിയമത്തെ ഇനി പാടില്ലെന്ന് ഈ ഒരു ഇജ്തിഹാദിന്റെ പേരിൽ മാത്രം ഈ ഒരു ശിക്ഷ നടപ്പിലാക്കിയതിന്റെ മറപിടിച്ചുകൊണ്ട് ആദ്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെയും ആദ്യത്തെ 2 വർഷവും ചെയ്തിട്ടുള്ളതും ഫത്വ നൽകിയിട്ടുള്ളതുമായ കാര്യം ഇനി പാടില്ല എന്ന് പറയാൻ വകുപ്പില്ല എന്നാണ് ആര് പറഞ്ഞവസാനിപ്പിച്ചത്? മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞവസാനിപ്പിച്ചു വെച്ചത്. അപ്പൊ സഹോദരന്മാരെ, ഇവിടുന്ന് ഇപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഈ വീക്ഷണം ലോകത്ത് അതിനാണ് കൂടുതൽ പ്രബലതയുള്ളത്, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി സഹോദരന്മാരെ, ഞാനൊരൊറ്റ ഹദീസ് കൂടെ കൽപ്പിക്കാം, ഒരൊറ്റ സംഭവം കൂടെ. عن داود بن الحصين عن عكرمة عن ابن عباس رضي الله عنهما قال طلق ركانا ابن عبد يزيد امرأته 3 في مجلس واحد فحزن عليها حزنا شديدا فسأله النبي صلى الله عليه وسلم كيف طلقتها قال 3 في مجلس واحد فقال النبي صلى الله عليه وسلم إنها تلك واحدة
ഇമാം അഹ്മദ് അതുപോലെ തന്നെ അബൂ യഅല ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്വഹീഹായ ഹദീസാണ്. ഇതിലെന്താ പറയുന്നത്? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ മഹാനവറുകൾ പറയാണ്, ത്വല്ലഖ റുക്കാന റളിയല്ലാഹു തആല അൻഹു മൊഴി ചൊല്ലി. സഹാബിയാണ്. റുക്കാന റളിയല്ലാഹു തആല അൻഹു മൊഴി ചൊല്ലി ഇമ്രാതഹു അദ്ദേഹത്തിന്റെ ഭാര്യയെ സലാസൻ 3 ചൊല്ലി ഫീ മജ്ലിസിൻ വാഹിദിൻ ഒരൊറ്റ മജ്ലിസിൽ ഒരൊറ്റ ഇരിപ്പിൽ 3 മൊഴിയും ചൊല്ലി. പിന്നെ സ്വാഭാവികമായിട്ടും സങ്കടായി. അതാണ് ഇപ്പൊ ഇന്ന് വരുന്ന കേസുകൾ മുഴുവനും. ദേഷ്യം മുടിച്ചിട്ടാണ് പറയാൻ ഞാൻ 3 ചൊല്ലി. പിന്നെ സങ്കടപ്പെട്ടിട്ട് വയ്ക്കും മൗലവി കൈവിട്ട് പോയല്ലോ, ഇനി എന്താ വകുപ്പ്? ഫഹസിന അലൈഹാ ഹുസ്നൻ ശദീദൻ, കഠിനമായി അയാൾ സങ്കടപ്പെട്ടു. വല്ലാത്ത വിഷമായി. ദേഷ്യമൊക്കെ അടങ്ങിയപ്പോ വല്ലാത്ത വിഷമായി, സങ്കടായി, വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. ഫസഅലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അടുക്കൽ പോയി. അദ്ദേഹം ഈ വിഷയത്തിൽ മതവിധി അന്വേഷിക്കുകയാണ്. അപ്പോ ഫസഅലഹു, അദ്ദേഹത്തോട് ചോദിച്ചു. നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കൈഫ തല്ലഖ്തഹ, നീ എങ്ങനെയാണ് തലാഖിയല്ലത്, എപ്രകാരമാണ് തലാഖിയല്ലത്? അപ്പോ അദ്ദേഹം പറഞ്ഞു, സലാസൻ ഫീ മജ്ലിസിൻ വാഹിദിൻ, ഇരുന്ന ഇരിപ്പിൽ ഒറ്റ ഇരിപ്പിൽ ഞാൻ 3 എന്നാ പറഞ്ഞത്. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹാ തിൽക വാഹിദ, അതൊരു തലാഖേ പോവുകയുള്ളൂ, അതൊരു തലാഖേ ആയിട്ടുള്ളൂ. ഫർതജിഅഹാ ഇൻ ശിഅത, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം? മടക്കിയെടുക്കാം, അവളെ തിരിച്ചെടുക്കാം. അങ്ങനെ റുക്കാന റളിയല്ലാഹു തആല അൻഹു ഫർതജഅഹാ, ആ പെണ്ണിനെ എന്ത് ചെയ്തു? തിരിച്ചെടുത്തു. അപ്പൊ ഈ വക തെളിവുകളുടെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞ ആ വീക്ഷണത്തെയാണ് ധാരാളക്കണക്കിന് പണ്ഡിതന്മാർ പിന്തുണച്ചിട്ടുള്ളത്. മാത്രല്ല, പല ആളുകളും നമ്മുടെ നാട്ടിൽ ഈ വീക്ഷണം വെച്ച് പുലർത്തുന്ന ആളുകൾ മറ്റേ വീക്ഷണം വെച്ച് പുലർത്തുന്ന ആളുകളെ വല്ലാതെ ഈ വിഷയത്തിൽ വിമർശിക്കാറുണ്ട്. ആകെ ഈ വാദം ലോകത്ത് കൊണ്ടുവന്ന പഴച്ച ചങ്ങായിയാണ് ഇബ്നു തൈമിയ. അങ്ങനെ ഇബ്നു തൈമിയയുടെ കുറച്ച് ആൾക്കാർ പിൻപറ്റിയ കേരളത്തിലെ കുറച്ച് മുജാഹിദീങ്ങളും ഇവരൊക്കെയാണ് ഈ 3 തലാഖ് ചൊല്ലിയാലും ഒന്നേ പോകുള്ളൂ എന്ന് പറയുന്ന വീക്ഷണക്കാർ വേറെ. തലയെടുപ്പുള്ള പണ്ഡിതന്മാരും പഴച്ചോരല്ലാത്ത ഒറ്റ നല്ല പണ്ഡിതന്മാരും ഇന്ന് വരെ 3 പറഞ്ഞാലും ഒന്ന് പോകും എന്ന വീക്ഷണമാണ് ശരി എന്ന അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് നമ്മുടെ നാട്ടിലുള്ള പല സഹോദരന്മാരും അവരുടെ പ്രസംഗങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ എഴുതാറും പറയാറുണ്ട്. എന്നാൽ ഞാൻ അവരുടെ അറിവിലേക്കായി ഒരൊറ്റ വാചകം കേൾപ്പിക്കട്ടെ. അവരെല്ലാവരും വളരെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒരു ഖുർആൻ വ്യാഖ്യാന തഫ്സീറിന്റെ ഗ്രന്ഥമാണ് മഫാത്തിഹുൽ ഗൈബ് അഥവാ തഫ്സീർ റാസി. റാസിയുടെ തഫ്സീർ, ആ തഫ്സീർ റാസിയിൽ ഈ അത്വലാഖു മറത്താനി എന്ന ഈ വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് അദ്ദേഹം എടുത്തു കൊടുക്കുന്നുണ്ട്, വഹുവ ഇഖ്തിയാറു കസീരിൻ മിൻ ഉലമാഇദ്ദീനി. കണ്ടോ, മതപണ്ഡിതന്മാരിൽ നല്ലൊരു വിഭാഗം ആളുകൾ തെരഞ്ഞെടുത്ത അഭിപ്രായം എന്താണ്? അന്നഹു ലൗ തല്ലഖഹാ ഇസ്നൈനി ഔ സലാസൻ, 2 or 3 ഒക്കെ ഒരാൾ ത്വലാഖ് ചൊല്ലിയാൽ ലാ യഖഉ ഇല്ലാ വാഹിദ, ഒന്നേ സംഭവിക്കുകയുള്ളൂ. ആര് പഴച്ചോലി എന്നല്ല, മിൻ ഉലമ കസീരിൻ മിൻ ഉലമാഇദ്ദീനി എന്നാ പറഞ്ഞത്. മതപണ്ഡിതന്മാരിൽ നല്ലൊരു വിഭാഗം ആൾക്കാർ ഈ വീക്ഷണക്കാരാണ്. റാസിമ എന്നിട്ട് പറയാണ്, വഹാദൽ ഖൗലു ഹുവൽ അഖ്യസ്, ഇതാണ് ഏറ്റവും ശരിയോട് ഏറ്റവും അടുത്തതും, ഏറ്റവും ശരിയോട് കുറച്ചും കൂടി അടുത്ത് നിൽക്കുന്നതും ഇത് തന്നെയാണ് എന്നതാണ് തഫ്സീർ റാസിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സഹോദരന്മാരെ, ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ഈ പരിപാടി ഇങ്ങനെ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. അതാണ് ഈ മുത്തലാഖിന്റെ സമ്പ്രദായം എന്ന് പറയുന്നത്. എന്നാൽ ഈ മുത്തലാഖ് ഇത് ശരിയല്ല. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള പേഴ്സണൽ ലോ ബോർഡ് മുസ്ലിം ശരീഅത്ത് ആക്ട് അനുസരിച്ച് 3 ത്വലാഖ് ചൊല്ലിയാൽ 3 പോകുന്നതാണ്. നമ്മളെ ഇന്ത്യൻ നിയമം അനുസരിച്ച്, അഥവാ ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. അതാണ് നമ്മുടെ മുസ്ലിം പേഴ്സണൽ ലോ എന്ന പേരിൽ അറിയപ്പെടുന്ന മുസ്ലിം ശരീഅത്ത് ആക്ട്. ആ ആക്ടിൽ വിവാഹമോചനം, അനന്തരാവകാശം, അതുപോലെയുള്ള ചില്ലറ മസലകളിൽ മാത്രമാണ് നമുക്ക് ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് അവസരം തന്നിട്ടുള്ളത്. അങ്ങനെ അവസരം തന്ന മുസ്ലിം ശരീഅത്ത് ആക്ടിൽ പെട്ട ഒരു കാര്യമാണ് ത്വലാഖിന്റെ വിഷയം. അതിൽ എന്താണ് ഇപ്പോൾ ഒരു കോടതിയെ, നമ്മുടെ നാട്ടിൽ ഇന്ത്യ ഗവൺമെന്റ് കോടതിയെ സമീപിച്ചാൽ എന്താ ഉണ്ടാവുക? 3 ത്വലാഖ് ചൊല്ലിയാൽ 3 പോകും. ഇതിനെതിരെയാണ് കോടതിയിൽ കേസ് കൊടുത്തതും വിവാദങ്ങൾ നടക്കുന്നതൊക്കെ. അപ്പൊ ഇതിന്റെ പേരിലാണ് ഇപ്പോ
പിന്നെ സമൂഹത്തിൽ ഏക സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരണം എന്ന് നമ്മുടെ രാജ്യത്തുള്ള സംഘി സർക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മോദിയുടെ സർക്കാരും അതുപോലെ തന്നെ ആ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണം. അതിനെന്താ കാരണം പറഞ്ഞത്? മുസ്ലിമീങ്ങൾക്ക് ശരീഅത്ത് ആക്ട് അനുസരിച്ചുകൊണ്ട് ഇപ്പൊ നിലവിലുള്ള മുത്തലാഖ് മാനുഷികമല്ല. ഒരു പെണ്ണിനെ ഒറ്റയടിക്ക് തന്നെ നിന്നെ ഞാൻ മൂന്നും പറഞ്ഞു ഒഴിവാക്കിയിട്ട് വഴിയാധാരമാക്കുന്ന സമ്പ്രദായം ഇവരുടെ ശരീഅത്ത് ആക്റ്റിലുണ്ട്. അതുകൊണ്ട് ശരീഅത്ത് ലോ എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ പൊളിച്ചു നീക്കിയിട്ട് ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്കൊരു നിയമം എന്ന് വേറെ കൊടുക്കാതെ എല്ലാവർക്കും കൂടെ യോജിക്കാവുന്ന, അതല്ലെങ്കിൽ എല്ലാവർക്കും ബാധകമാകുന്ന യൂണിഫോം സിവിൽ കോഡ് അഥവാ ഏക സിവിൽ കോഡ് കൊണ്ടുവരണം. ഇതാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്തുള്ള മോദിയുടെ സർക്കാരും സംഘികളും ആ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളും മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായിട്ട് അവരുടെ വാദത്തെ എതിർക്കുന്നു. എന്താ എതിർക്കാൻ കാരണം? ശരീഅത്ത് മാറ്റാൻ സമ്മതിക്കൂല. ഇത് മുസ്ലിമീങ്ങൾ മൊത്തം എല്ലാ അഭിപ്രായ വ്യത്യാസവും മാറ്റിവെച്ചുകൊണ്ട് മുസ്ലിം സംഘടനകളൊക്കെ ഒന്നിച്ചു പറയുന്നുണ്ട്, അത് മാറ്റാൻ പറ്റൂല. ശരീഅത്തിലോ മാറ്റരുത്, ഏക സിവിൽ കോഡ് കൊണ്ടുവരരുത്. എന്തുകൊണ്ട്? ഈ മുത്തലാഖിനെ നമ്മൾ അംഗീകരിച്ചത് കൊണ്ടല്ല. ഇത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൽ ഈ വ്യത്യസ്ത വീക്ഷണക്കാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ പല അഭിപ്രായക്കാരുണ്ട്. മുത്തലാഖ് പറഞ്ഞാൽ ഒന്നും പോകൂല എന്ന് പറയുന്നവരും, ഒന്നേ പോവുകയുള്ളൂ എന്ന് പറയുന്നവരും, മൂന്നും പോകും എന്ന് പറയുന്നവരും നമ്മുടെ നാട്ടിലുള്ള മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൽ മെമ്പർമാരാണ്. പിന്നെ എങ്ങനെ അവർ ഒന്നിച്ച് നിൽക്കുന്നത്? നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് പറയും. ഇവിടെ നമ്മൾ പത് തർക്കിക്കേണ്ട നേരല്ല. അത് മുസ്ലിം പണ്ഡിതന്മാർ ഒരു മേശക്കു ചുറ്റും ഇരുന്നിട്ട് ആ വിഷയത്തിലുള്ള തീരുമാനം എന്താണെങ്കിൽ മാറ്റേണ്ടതുണ്ടെങ്കിൽ അവരതിൻ്റെ അകത്തിരുന്നു കൊണ്ട് മാറ്റേണ്ടതാണ്. പക്ഷേ അകത്തിങ്ങനെ മുത്തലാഖിന്റെ പ്രശ്നത്തിൽ ഒരു പ്രോബ്ലം ഉണ്ട് എന്നതിൻ്റെ പേരിൽ ആ സംഗതി തന്നെ ഒഴിവാക്കണം എന്നാണ് ആരാവശ്യപ്പെടുന്നത്? ഇസ്ലാം വിരോധികൾ ആവശ്യപ്പെടുന്നത്. മുസ്ലിം പേഴ്സണൽ ആക്ട് തന്നെ പൊളിച്ചെഴുതണം, അത് വേണ്ടാന്നാ അവർ പറയുന്നത്. എന്താ കാരണം? ഒരുപാട് കാര്യങ്ങൾക്കുള്ളിൽ ഒരു മുത്തലാഖിന്റെ പ്രശ്നത്തിലൊരു കേടുണ്ട്. ഇത് നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. എന്താ കാരണം? അവരുടെ ഉദ്ദേശശുദ്ധി ശരിയല്ല. അവർ ഇതിൻ്റെ പേരിൽ ഇസ്ലാമിക ശരീഅത്തിനെ തന്നെ എന്ത് ചെയ്യണം? പൊളിച്ചെഴുതണം, കുറ്റം പറയണം. ഏതുപോലെ ഞാൻ പറഞ്ഞ ഒരൊറ്റ ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു നല്ല വൃത്തിയുള്ള ഒരു മണിമാളിക, നല്ലൊരു വീട്, ഒരു ബിൽഡിംഗ്. ആ ബിൽഡിംഗ് മൊത്തം പുറത്തൊന്നും നോക്കിയാലും അകത്തൊക്കെ വളരെ ഉഷാറാണ്, മനോഹരമാണ്, വളരെ ഭദ്രമാണ്, ആളുകൾക്ക് ജീവിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും മുടങ്ങിയ സുഖകരമായ ഒരു ബിൽഡിംഗ്. എന്നാൽ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഒരു റൂമിൻ്റെ ഒരു വാതിലിന് ചെതല് പിടിച്ച് വീഴാനായിട്ടുണ്ട്. ശരിക്കും മനസ്സിലാക്കണേ. ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു റൂമിൻ്റെ അകത്ത് ഒരു റൂമിൻ്റെ ഒരു വാതിൽ ചെതല് പിടിച്ച് നശിച്ച് വീഴാറായിട്ടുണ്ട്. അതിന് ഇച്ചിരി കേടുപാടുകളുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്തുള്ള മൊത്തം ആ വീട്ടിൽ താമസിക്കുന്നവരൊക്കെ എന്താ പറയുക? ഇതിന് കേടുള്ളത് കൊണ്ട് ഇത് നമ്മളൊന്ന് അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചിട്ടൊന്ന് ചേഞ്ച് വരുത്തിയിട്ട് അതൊന്ന് നന്നാക്കണം. അതല്ലേ പറയേണ്ടത്? അതാണല്ലോ പറയേണ്ടത്. അതേ അവസരത്തിൽ പുറത്തുനിന്ന് ഒരുത്തം വന്നിട്ട് പറയാം അതിൻ്റെ അകത്ത് താമസിക്കുന്നവനൊന്നുമില്ല. പുറത്തുനിന്നൊരു അയൽവാസി വേറെ ഏതോ ഒരു നാട്ടുകാരൻ വന്നിട്ട് പറയണ്, അങ്ങനെ നടന്നൊക്കെ കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പറയണ് ഇതിൻ്റെ ഒരു വാതിലിന് ചതിലുണ്ട്, അതുകൊണ്ട് ഈ ബിൽഡിംഗ് തന്നെ പൊളിക്കണം. ഈ ബിൽഡിംഗ് തന്നെ പൊളിക്കണം എന്ന് പറഞ്ഞാലോ അത് നമ്മൾ സമ്മതിക്കും. അതിൻ്റെ അകത്ത് താമസിക്കുന്നവർക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. പക്ഷെ ആ ബിൽഡിംഗ് അവിടെ നിലനിൽക്കണം എന്നുള്ള കാര്യത്തിൽ ആ ബിൽഡിങ്ങിൽ താമസിക്കുന്ന ഒരാൾക്കും എന്തില്ല? അഭിപ്രായ വ്യത്യാസമല്ല. ഇതാണ് ഇസ്ലാമിക ശരീഅത്ത്. ഇസ്ലാമിക ശരീഅത്ത് ഭദ്രമാണ്, കുറ്റമറ്റതാണ്, കാലോചിതമാണ് എന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ തർക്കമേ ഇല്ല. എന്നാൽ അതിൻ്റെ അകത്ത് താമസിക്കുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ മൂന്നും പറഞ്ഞാൽ ഒന്നേ പോകുമോ, അതോ മൂന്നും പോകുമോ, അതോ ഒന്നും പോകൂലേ എന്നൊക്കെ ചില്ലറ തർക്കങ്ങളുണ്ട്. അത് പുറത്തുനിന്ന് ഒരാൾ ഇടപെടേണ്ട കേസല്ല. അത് അവരിരുന്ന് ചർച്ച ചെയ്തിട്ട് പരിഹാരം കാണേണ്ടുന്ന വിഷയമാണ്. അതിൻ്റെ പേരിൽ ഈ ശരീഅത്ത് വീടന്നെ പൊളിച്ചു കളയണം എന്നാണ് മോദി സർക്കാരും സംഘികളും മറ്റുള്ള ആളുകളൊക്കെ പറയുന്നത്. അത് സമ്മതിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കേസുകളിൽ കൈവെക്കുമ്പോൾ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനം ഏത് കാലത്തും ഒരഭിപ്രായ വ്യത്യാസവും പിന്നെ പുറത്തുകിടാറില്ല. മുസ്ലിം ശരീഅത്തിൻ്റെ പൊതു പ്രശ്നം വരുമ്പോൾ അവിടെ യോജിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് നിൽക്കുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ മുത്തലാഖിൻ്റെ കേസ്. ഇനി ടി വിയിലും പത്രത്തിലൊക്കെ മുത്തലാഖ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ആരും ബേജാറാവണ്ട. ഇതാണ് സംഭവം. ആ വിഷയത്തിൽ മുത്തലാഖ് കാര്യത്തിൽ നമ്മുടെ ശരീഅത്ത് ലോയിൽ അത് നമ്മുടെ ഇന്ത്യ രാജ്യം അനുവദിച്ചതെന്ന ആ നിയമത്തിൽ കുറച്ച് പാളിച്ചകളുണ്ട്. പക്ഷെ അതിൻ്റെ പേരും പറഞ്ഞിട്ട് പിന്നെ
മുസ്ലിമീങ്ങളാകെ പെണ്ണുങ്ങളൊക്കെ ബേജാറിലാണ്, ഇടങ്ങേറിലാണ്. നരേന്ദ്രമോദിയൊക്കെ പറയാണ് മുസ്ലിം പെണ്ണുങ്ങളുടെ കണ്ണീര് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് കരയിനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒന്ന് രക്ഷിക്കണം എങ്ങനെയെങ്കിലും എന്നൊക്കെയാണ് ഇപ്പോൾ ആദിത്യ യോഗിയും മോദിയും അതുപോലെ തന്നെ പല ആളുകളും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ കരയുന്നുണ്ട്. പാവം മുസ്ലിം പെണ്ണുങ്ങളെ കണ്ണീര് അവർക്ക് കാണാൻ വയ്യ, ഭയങ്കര ആത്മാർത്ഥതയാണ് അവർക്ക് എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പുറത്തുനിന്ന് പറയുന്നതും ആ കണ്ണീര് മുതലക്കണ്ണീരാണ്, വല്ലാതെ അത് ഒഴുക്കണ്ട എന്ന് പറയുന്നത്. അതുകൊണ്ട് വിഷയത്തെ വിഷയമായി കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ സഹോദരന്മാരെ, ഈ നിയമത്തെ പതുക്കെ ഈ മൂന്നും ചൊല്ലിയാൽ മൂന്നും പോകുന്നുള്ള നിയമം നമ്മുടെ നാട്ടിൽ നിലനിൽപ്പുണ്ട്. ഇതുകൊണ്ട് പല ആൾക്കാരും പല പ്രശ്നത്തിലുമായി. അങ്ങനെ പ്രശ്നത്തിലായപ്പോൾ ഇസ്ലാം എന്താ പറയുന്നത്, ഈ മൂന്നും പോകുന്നുള്ള ആൾക്കാർ ഒരു തട്ടിപ്പ് കണ്ടുപിടിച്ചു. അതെന്താ, ഒറ്റയിരിപ്പിൽ തന്നെ മൂന്നും ചൊല്ലി. ഇനിയിപ്പോൾ അയാൾക്ക് തിരിച്ചെടുക്കണം, സങ്കടമായി ദുഃഖമായി, ഇനിയിപ്പോൾ തിരിച്ചെടുക്കണം. എന്താ വകുപ്പ്? പലരോടും അന്വേഷിച്ചൊക്കെ മൗലവിമാരൊക്കെ എല്ലാവരും ഫത്വ കൊടുക്കുന്നത് ഇനിയൊരു നിവൃത്തിയില്ല, ഇനി ആ പെണ്ണിനെ വേറൊരാൾ കെട്ടണം. അപ്പോൾ പിന്നെ ഇവരും സ്വന്തം തീരുമാനം എടുത്തു, വാടകക്കൊരു പുതിയാപ്പളിനെടുക്കുക. അങ്ങനെ എന്ത് ചെയ്യും? എടാ ഞാനിങ്ങനെ മൂന്നും ചൊല്ലിപ്പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ച് ഓളെ വേറൊരാൾ കെട്ടണം, ഇതൊന്ന് കെട്ടുവോ? അതിനക്ക് എന്താ ചെയ്ത് തരാ? 10,000 ഉറുപ്പ്യ 1,00,000 ഉറുപ്പ്യ എന്തിന് നിക്കാഹേക്ക തോടാൻ വരെ കിട്ടൂല. പിറ്റേന്ന് മൊഴിയും ചൊല്ലണം. അപ്പം തന്നെ അപ്പം മൊഴിയും ചൊല്ലണം. എന്തിനാ? ഇവന് കൂട്ടിക്കൊടുപ്പുകാരൻ, ഇവനിക്ക് ഈ പെണ്ണിനെ കൂട്ടിക്കൊടുപ്പുകാരൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ച ഏർപ്പാട്, ലഅനല്ലാഹുൽ മുഹല്ലില വൽ മുഹല്ലല ലഹു. കൂട്ടിക്കൊടുക്കുന്നവരെയും ആർക്ക് വേണ്ടിയാണോ കൊടുക്കുന്നത് അവനെയും അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു. വീണ്ടും കേൾക്കൂ, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഹല്ലില വൽ മുഹല്ലല ലഹു. ഇങ്ങനെ ചടങ്ങ് നിൽക്കുന്ന ഇവനെ, ഈ പെണ്ണിനെ അനുവദനീയമാക്കാൻ വേണ്ടി താൽക്കാലികമായി ഇവനെ കെട്ടുന്ന വിവാഹം കഴിക്കുന്ന അവനും ആർക്ക് വേണ്ടിയാണോ ഈ ഏർപ്പാട് നടത്തുന്നത് അവന് അള്ളാഹുവിൻ്റെ റസൂലും ശപിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, ഇരവ് വാങ്ങിയ കൂറ്റനെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? വിത്തുകാള എരവ് വാങ്ങിയ കൂറ്റൻ, വായ്പ വാങ്ങിയ കൂറ്റൻ. സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരൂ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുവൽ മുഹല്ലിൽ, ചടങ്ങ് നിൽക്കുന്നവനാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിന് പേര് പറയാം ചടങ്ങ് കല്യാണം എന്നാണ്. കേവലം ഒരു ചടങ്ങ്, ഇവന് തൊടാനും കിട്ടൂല, ഒന്നും കിട്ടൂല. എന്നാൽ ഞങ്ങൾ പണ്ടൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ചില വളവന്മാരിങ്ങനെ ചടങ്ങ് കെട്ടിയിട്ട് പിന്നെ തൊലാക്ക് ചൊല്ലിയില്ല, ഓയി പെണ്ണിനും കൂടാണ് പോയി. പിന്നെ കാലാകാലം ഇവന് കിട്ടിയതേ ഇല്ല. അവർ സുഖമായിട്ട് ജീവിച്ച സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയുണ്ട് ചില വളവന്മാർ. നിക്കാഹ് കഴിഞ്ഞില്ലേ, ഇവൻ്റെ വെണ്ണായില്ലേ, ഇവൻ തൊടാൻ പാടില്ല, കണ്ടൊക്കെ മുറുക്കി ഇവൻ ദേഷ്യം പിടിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവൻ കൊണ്ടുപോയി. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഏർപ്പാട് ഇസ്ലാമിലുള്ള ചിലരെ ഇത് ഹലാലാക്കാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു കുതന്ത്രമായിരുന്നു ഇത് ശപിക്കപ്പെട്ട ഏർപ്പാടാണ്, വ്യഭിചാരമാണത്. എത്ര കാലം ജീവിച്ചാലും വേണ്ടില്ല. ഈ രൂപത്തിൽ അവർ ഇവിടെ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് കല്യാണം കഴിച്ച് എത്ര കാലം ജീവിച്ചാലും വ്യഭിചാരമാണ്. ഞാനൊരു പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ ഇത്രാം തീയതി അവളെ തൊലാക്ക് ചൊല്ലണം എന്നാണ് നിയത്ത് കഴിച്ചാൽ അത് വ്യഭിചാരമാണ്. അതല്ല ഇന്ന് പല രാജ്യങ്ങളിലും ഷിയാക്കൾക്കിടയിൽ നടക്കുന്ന മുത്അ വിവാഹം, മുത്അ മാരേജ്, താൽക്കാലിക വിവാഹം. ഇറാനിൻ്റെ പല സ്ഥലങ്ങളിലും പോയി നോക്കൂ നിങ്ങൾ, ഷിയാക്കൾക്കിടയിൽ ഇന്നും നടപ്പിലുള്ളൊരു സമ്പ്രദായമാണ്. 1 മണിക്കൂറിന് കല്യാണം കഴിക്കുക, 2 മണിക്കൂറിന് കഴിക്കുക, 1 ദിവസത്തിന് കഴിക്കുക, ഒരാഴ്ചക്ക്, 2 ആഴ്ചക്ക്, 6 മാസത്തിനൊക്കെ കല്യാണം കഴിക്കുക. യാത്രക്കാർക്ക് നല്ല സുഖമല്ലേ? ആ നിയമമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും എന്ത് സുഖമായിരുന്നു അല്ലേ? പക്ഷേ ഇല്ല, ഇസ്ലാം അത് അനുവദിച്ചിട്ടില്ല. അത് വ്യഭിചാരമാണ്, പാടില്ലാത്ത സംഗതിയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇതിന് നിന്നു കൊടുക്കുന്ന കുറേ വിഡ്ഢികളുണ്ട്. അവർക്ക് തന്നെ പണി, ആർക്കെങ്കിലും ഹലാലാക്കാണ്ടോ എന്നാ ഞാണ്ട് 1000 തന്നാൽ മതി, 5000 തന്നാൽ മതി, 10000 തന്നാൽ മതി, ഓൻ കെട്ടും പിറ്റേന്ന് മൊഴിച്ചിട്ടും. ഇത് ശപിക്കപ്പെട്ട ഏർപ്പാടാണ്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ ഇരിപ്പിൽ ഈ 3 പറഞ്ഞാൽ 3 പോകുമെന്ന് പറഞ്ഞതുകൊണ്ട്. അതേ അവസരത്തിൽ 3 പറഞ്ഞാലും 1 പോകുള്ളൂ, തിരിച്ചെടുക്കാം. അങ്ങനെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മുജാഹിദ് മൗലവിമാരോട് അങ്ങനെയുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞെടുക്കുക, ഞാൻ 3 ചൊല്ലി, നമ്മുടെ 1 പോയിട്ടുള്ളൂ, നിങ്ങൾക്ക് തിരിച്ചെടുക്കാമെന്ന് പറയും. അതേ അവസരത്തിൽ നാട്ടിൽ അവർ ഏത് മദ്ഹബിൻ്റെ വീക്ഷണമുള്ള ആളുകൾ ആ വീക്ഷണക്കാരാണ്, നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, അവരാ വീക്ഷണക്കാരാണ്. പണ്ഡിത ലോകത്ത് അങ്ങനെ അഭിപ്രായങ്ങളുണ്ട്, അപ്പോൾ ഈ വീക്ഷണങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? പ്രശസ്തമായ 1-2 കേസുകളുണ്ടായി, അതും കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. രസകരമായൊരു കേസുണ്ടായി. ഒന്ന് 1983 എൻ്റെ നാടായ പെരിന്തൽമണ്ണ പ്രദേശത്തിൻ്റെ അടുത്ത് അമ്മിനിക്കാട് എന്ന് പറയുന്ന നാട്ടിലൊരു സംഭവം നടന്നു.
ഞങ്ങൾ ഏതാണ്ട് താലൂക്ക് അടുത്തൊരു പ്രദേശമാണ്. അപ്പോൾ അവിടെ ഒരു സംഭവം നടന്ന എന്താ, ഒരു ആചാര്യ അയാളെ കുഞ്ഞിപ്പാത്തുമ്മാനെ തലാക്കിയല്ലേ, ഈ മൂന്നും ചൊല്ലി അയാൾക്കാകെ സങ്കടമായി. 8 മാസം കഴിഞ്ഞിട്ട് മൗലവിയടുത്ത് പോയിട്ട് പറഞ്ഞു, ഒരു നിവൃത്തിയില്ല, എനിക്ക് അവളെ കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ മൗലവി ചോദിച്ചു, നിങ്ങൾ എന്തേ പറഞ്ഞു? ഞാൻ എന്നെ 3 തലാക്കും പിരിച്ചു എന്നാ പറഞ്ഞു. ആ പിരിച്ചു എന്നാ പറഞ്ഞത് എന്നാ മുറുകിക്കാണ്, പോയിട്ടില്ല. പിരിച്ചു എന്നാണോ പറഞ്ഞത്? അപ്പോൾ തലാക്ക് പിരിച്ചു എന്നുള്ള പദം കൊണ്ട് തലാക്ക് ഒന്നും പോയിട്ടില്ല എന്ന് ഫത്വ കൊടുത്തു എന്ന് 1983. ഇതേ സംഭവം തന്നെ പിന്നെ പാണ്ടിക്കാട് നടന്നപ്പോൾ 1997 പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ നിന്നും ഇതേ ഫത്വ നൽകി. ഇതും പ്രശ്നം തന്നെയാണെന്ത്, പിരിച്ച ഫത്വയാണ്. പിരിച്ചപ്പോൾ സ്ട്രോങ്, കയറ് പിരിച്ചാൽ പിന്നെ ഉടയ്യ, പിരിച്ച പവർ കൂടല്ലേ. അതുകൊണ്ട് വാചകത്തിൽ പ്രശ്നമില്ല, അതുകൊണ്ട് നിങ്ങളൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഫത്വ കൊടുത്ത സംഭവം നമ്മുടെ കൊച്ചു കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ പറയണതല്ല, ഞാനും ഇത് കേട്ടിട്ട് എൻ്റെ മേലെ വടിയും കൂടെ കൊടുക്കണ്ട. ഇത് സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ സമസ്തക്കാരിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു പോയ, മൈക്കിൽ ബാങ്ക് വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന ഒരു കക്ഷിയുണ്ട്. അവർ സംസ്ഥാന എന്നാണ് അറിയപ്പെടുന്നത്, മറ്റേത് സമസ്ത, ഇത് സംസ്ഥാന. ഈ സംസ്ഥാന കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഔദ്യോഗിക മുഖപത്രമായ നുസ്റത്തുൽ അനാമിൽ വളരെ പച്ചയായി എഴുതി വന്ന ലേഖനത്തിൽ നിന്നാണ് ഞാൻ കോട്ട് ചെയ്തിട്ട് വായിക്കുന്നത്. എവിടുന്ന് കിട്ടിയെന്നൊന്നും ഇനി ആരും ബേജാറാവണ്ട. അതുകൊണ്ടാണ് അതുകൂടി പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരാൾക്ക് തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ, അങ്ങനെ 3 തവണകളിലായിട്ട് തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ തിരിച്ചെടുക്കാവുന്ന വിവാഹത്തിൻ്റെ ശരിയായ രീതി പിന്നെന്താ? അപ്പം ചടങ്ങ് പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. ശരിയായ രീതി പിന്നെന്താ? ശരിയായ നിലക്കുള്ളൊരു വിവാഹം നടക്കണം. ഈ പെണ്ണിനെ വേറൊരു പുതിയാപ്പിള അന്വേഷിച്ചു, കണ്ടു, ഇഷ്ടപ്പെട്ടു, അവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു. എന്നിട്ട് അവർക്കിടയിൽ അവർ ശാരീരികമായ ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടു. അവർ പുതിയാപ്പിളയും പുതിയണ്ണും ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്. അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായി. ഇയാൾക്ക് വേണ്ടി പ്രശ്നം ഉണ്ടാക്കിയതും തൊലാക്കിയതൊന്നുമല്ല, അവർക്കിടയിൽ പ്രശ്നം ഉണ്ടായി. അവർ തൊലാക്ക് ചൊല്ലി, ഇദ്ദാക്കാലത്തും തിരിച്ചെടുത്തില്ല, അത്രയും രൂക്ഷായിരുന്നു. ആ പെണ്ണ് ഒഴിവായി എങ്കിൽ ആദ്യത്തെ ആൾക്ക്, അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫൈൻ തല്ലഖഹാ ഫലാ തഹില്ലു ലഹു മിൻ ബഅദു ഹത്താ തൻകിഹ സൗജൻ ഗൈറഹു എന്ന് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ഖുർആനിനോ ഹദീസിനോ ഇസ്ലാമിക ശരീഅത്തിനോ അല്ല കുഴപ്പം, അത് പ്രവൃത്തിപദത്തിൽ കൊണ്ടുവരാൻ, കൃത്യമായി പ്രവൃത്തിപദത്തിൽ കൊണ്ടുവരാൻ ബാധ്യസ്ഥരായ അണികൾക്കിടയിലുണ്ടായ തീവ്രവാദങ്ങളും അതുപോലെ തന്നെ വ്യതിയാനങ്ങളുമാണ് പലപ്പോഴും ശരീഅത്തിനെ പറയിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഗൗരവതരമായ പഠനങ്ങളും ആലോചനകളും ഈ വിഷയത്തിൽ എൻ്റെ മാന്യ ശ്രോതാക്കൾ നടത്തണമെന്നും വസ്തുതകളായി ഗ്രഹിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാൻ, നേരിൻ്റെ പ്രചാരകരും പ്രബോധകരുമായി ജീവിക്കുവാനും ആ രീതിയിൽ തന്നെ ഈ ലോകത്തോട് വിട പറയുവാനും നമുക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സഹോദരങ്ങളെ, 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാറുണ്ട്. ഒന്ന്, സമയം ഒരല്പം വൈകിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും, എനിക്കിനി നിങ്ങളോടെല്ലാവരോടും പറയാനുള്ളത്, അടുത്ത ക്ലാസ് നിങ്ങൾ നേരത്തെ തന്നെ തുടങ്ങണം. ഞാൻ മഗ്‌രിബിക്ക് ശേഷം ആവാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് എല്ലാവരും പറയും മഗ്‌രിബിക്ക് ശേഷമായ പ്രയാസമാണ്. ഞങ്ങൾ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം പിടിക്കും. എന്നാലും സാന്ദർഭികമായിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ഇന്നിപ്പോൾ റജബ് 22 ഒക്കെ ആയിട്ടുണ്ട്. ആളുകൾ ഇനിയിപ്പോൾ മിഅ്റാജ് നോമ്പുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങും. മിഅ്റാജ് ഇല്ലെങ്കിൽ അതന്നെ ചോദിക്കും. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സ്കൂളിൽ കുറച്ച് കാലം വർക്ക് ചെയ്തപ്പോൾ കുട്ടികളോട്, എടാ നാളെ സ്കൂളിൽ അവധിയാണെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ പിന്നാലെ നിന്ന് ഒഴിവാവില്ലാന്ന്. മാഷെ നാളെ സ്കൂളിലേ, നാളെ സ്കൂളുണ്ടോ മാഷെ, നാളെ സ്കൂളുണ്ടോ, പിന്നെ ഇങ്ങനെ ചോദിക്കുക. ഇല്ലയെന്ന് പറഞ്ഞാൽ കുട്ടികളാകുമ്പോൾ പിന്നെയും കൂടും. ഇതുപോലെയാണ് ഈ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. തിങ്കളാഴ്ച നോമ്പ് ആരും സംശയം ചോദിക്കുന്നില്ല, വ്യാഴാഴ്ച നോമ്പ് ആരും സംശയം ചോദിക്കുന്നില്ല, എല്ലാ മാസവും 13, 14, 15 നോമ്പ് ആർക്കും സംശയമില്ല, ചൊവ്വാലിൽ 6 നോമ്പ് ആരും ചോദിക്കുന്നില്ല, അറഫ നോമ്പ് ആരും ചോദിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ എത്ര നോമ്പ് നോൽക്കാണ്ട് വരും. അവസാനം ബറാത്ത് നോമ്പുണ്ടോ, മിഅ്റാജ് നോമ്പുണ്ടോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ പറഞ്ഞാൽ മിഅ്റാജ് നോമ്പ് എന്ന് പറഞ്ഞിട്ട് നോമ്പില്ല. ഇസ്റാഉം മിഅ്റാജും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ യാത്രയാണ്. ശാരീരികമായിരുന്നു, സ്വപ്നമൊന്നുമല്ല.
സ്വപ്നത്തിന് യാത്ര ചെയ്യാൻ ബുറാഖൊന്നും വേണ്ട, അത്ര മനസ്സിലാക്കിയാൽ മതി. ബോഡി ഉണ്ടെങ്കിലാണ് വാഹനമൊക്കെ വേണ്ടി വരിക, അല്ലാതെ ആത്മാവിന് യാത്ര ചെയ്യാൻ എന്തിനാ ബുറാഖ് എന്ന വാഹനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എനിക്ക് ബുറാഖ് എന്നൊരു വാഹനം കൊണ്ടുവരപ്പെട്ടു, അതിൻ്റെ വലിപ്പവും അതിൻ്റെ നിറമൊക്കെ പറയുന്നുണ്ട്, അത് സ്പീഡുള്ള വാഹനം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ജിബ്രീലും ആ വാഹനപ്പുറത്തേറി പിന്നെ ബൈത്തുൽ മുഖദ്ദസിലെത്തി. ഇസ്രാ അവിടുന്ന് അങ്ങോട്ട് 7 ആകാശത്തിൻ്റെ മുകളിൽ പോയി മേറാജ് തിരിച്ചു വന്നു. അപ്പോൾ ആ ഇസ്രാവും മേറാജും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ്. പക്ഷേ അത് ഏത് മാസത്തിലിരുന്നു? പണ്ഡിത ലോകത്ത് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളാണ്. റബീഉൽ അവ്വലിലാണെന്ന് പറഞ്ഞവരുണ്ട്, ദുൽഖഅദയിലാണെന്ന് പറഞ്ഞവരുണ്ട്, പല വീക്ഷണക്കാരുണ്ട്. ആ കൂട്ടത്തിലൊരു വീക്ഷണമാണ് റജബ് മാസത്തിലിരുന്നു എന്ന്, റജബ് മാസത്തിലായിരുന്നു എന്നൊരു വീക്ഷണമുണ്ട്. എന്നാൽ ഏത് മാസത്തിൽ ഏത് ദിവസമാണ് അത് നടന്നത് എന്ന് കൃത്യമായി ഒരു രേഖയും ഇല്ല. ഇനി ഉണ്ട്, റജബ് 27 തന്നെയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡേറ്റിന് തന്നെയായിരുന്നു ഇസ്രാവും മിഅ്റാജും എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ തന്നെയും ആ ദിവസത്തിൽ നമുക്കൊരു പ്രത്യേകമായി അതിൻ്റെ രാവിലോ പകലിലോ ഒരു ഇബാദത്തും അള്ളാഹുവിൻ്റെ റസൂലിനാണല്ലോ മിഅ്റാജ് ഉണ്ടായത്, ആ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അതിൻ്റെ പകലിൽ നോമ്പില്ല. ചില ആൾക്കാർ റജബ് 27 മിഅ്റാജ് നോമ്പ് എന്നുള്ള പേരിൽ നോമ്പെടുക്കുന്നു. അന്നത്തെ ദിവസം ആരെങ്കിലും നോമ്പെടുത്താൽ 60 മാസം നോമ്പെടുത്ത പ്രതിഫലമാകുന്നു എന്നൊക്കെ പുണ്യം പറയാറുണ്ട്. ഇല്ല സഹോദരങ്ങളെ, സ്വഹീഹായ ഹദീസില്ല. പിന്നെ അതിൻ്റെ പേരിലൊരു പ്രത്യേകമായി പിന്നെ ഒരു നോമ്പെടുക്കൽ റജബ് മാസത്തിൽ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി, അങ്ങനെ ഖബറിന്ന് ഇങ്ങനെ കേട്ടു, ഖബറിന്ന് ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് വാട്സപ്പിലൊക്കെ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ, യാതൊരു അടിസ്ഥാനവും അതിനില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഇസ്രാവും മിഅ്റാജും യാഥാർത്ഥ്യമാണ്, ശരിക്കാവതല്ല, പക്ഷേ അത് ഇന്ന് നടന്നു, തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇനി ഡേറ്റ് അറിഞ്ഞാൽ തന്നെയും അതിൻ്റെ പേരിലൊരു നോമ്പോ നിസ്കാരമോ പ്രത്യേക ദിക്റുകളോ ദുആകളോ ഇല്ല എന്നുകൂടി വളരെ കൃത്യമായി ഞാൻ എൻ്റെ മുഴുവൻ ശ്രോതാക്കളുടെയും മനസ്സിലേക്ക് ഇട്ടു തരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വളരെ വിശദമായി പറയാൻ ആഗ്രഹിച്ചതാണ്, പക്ഷേ നമ്മുടെ സമയം പരിമിതമാണ്. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഈ വിഷയത്തിലൊരു കിതാബ് എഴുതിയിട്ടുണ്ട്, തബ്യീനുൽ അജബ്. തബ്യീനുൽ അജബ്, അത്ഭുതം വ്യക്തമാക്കുന്ന ഒരു കിതാബ്. എന്ത്? റജബിൻ്റെ പോരിശ പറഞ്ഞ ആൾക്കാർ എത്രയാണെന്നും പറഞ്ഞിട്ട് അതൊന്നും ശരിയല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് മഹാനവറുകൾ ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ലം യരിദ് ഫീ ഫളി ശഹരി റജബ്, റജബ് മാസത്തിൻ്റെ പോരിശയെ സംബന്ധിച്ചോ, അതിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൻ്റെ പോരിശയെ സംബന്ധിച്ചോ, ഏതെങ്കിലും ഒരു രാത്രിയുടെ പോരിശയെ സംബന്ധിച്ചോ, അതിൽ പ്രത്യേക നിസ്കാരത്തെ സംബന്ധിച്ചോ, അതിൽ പ്രത്യേക നോമ്പിനെ സംബന്ധിച്ചോ, പ്രത്യേക അദ്കാറിനെ സംബന്ധിച്ചോ സ്വഹീഹായ അവലംബയോഗ്യമായ യാതൊരു റിപ്പോർട്ടും സഹീഹായ നിലക്ക് വന്നിട്ടേ ഇല്ല എന്ന് വളരെ കൃത്യമായി ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഷാഫി മദ്ഹബിൻ്റെ ആൾക്കാരാണല്ലോ അധികം, അതുകൊണ്ട് അവരൊക്കെ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്. അതുകൊണ്ടാണ് അത് എടുത്ത് സൂചിപ്പിക്കാൻ കാരണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അസത്യത്തെ അസത്യമായി തന്നെ കണ്ട് മനസ്സിലാക്കി തള്ളിക്കളയുവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.